അടുത്ത ചോദ്യം നോക്കൂ. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനത്തിലെ നേട്ടങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? ഉദാത്തീകരണം, പ്രക്ഷേപണം, ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്. ഓപ്ഷൻ നിന്ന് എടുക്കാവുന്നത് ഫ്രോയിഡാണോ, കാഫ്കയാണോ, ജസ്റ്റാർട്ടാണോ, ആൽപോർട്ടാണോ? ആധുനിക മനഃശാസ്ത്രം സിഗ്മണ്ട് ഫ്രോയിഡ്. വില്യം വൂണ്ട് അപ്പുറത്ത് കിടപ്പുണ്ടായ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ലിപ്സിംഗിൽ, ജർമ്മനി ലിപ്സിംഗിൽ 1879 ആദ്യമായിട്ട് മനഃശാസ്ത്ര ലാബോറട്ടറി സ്ഥാപിച്ച, ഇൻട്രോസ്പെക്ഷൻ കണ്ടുപിടിച്ച അദ്ദേഹത്തിൻ്റെ പേര് മറക്കണ്ട. അത് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നുള്ള രീതിയിൽ ചില പുസ്തകങ്ങൾ ആധുനിക മനഃശാസ്ത്രം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ആൻസർ ഫ്രോയിഡിൻ്റെ തിയറി പഠിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഡിഫൻസ് മെക്കാനിസത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് ദമനം പിന്നീട് നാക്കുപിഴകൾക്കും അക്ഷര തെറ്റുകൾക്കും ഒക്കെ കാരണമാകാം എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ പശ്ചാത്ഗമനം അല്ലെങ്കിൽ റിഗ്രഷൻ അല്ല, പ്രതിപൂർത്തീകരിക്കൽ അല്ലെങ്കിൽ കോമ്പൻസേഷൻ അല്ല. നമസ്കാരം, എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് മുഴുവൻ UP സ്കൂൾ അസിസ്റ്റൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ സൈക്കോളജി ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സാണ്. അതായത് കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് കേരള PSC നടത്തിയിട്ടുള്ള UP സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ എല്ലാ എക്സാമുകളിലെയും സൈക്കോളജി ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ കിട്ടും. ഈ വീഡിയോയ്ക്ക് അല്പം ലെങ്ത് കൂടുതലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഒരേ സമയം റിവിഷൻ നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ച്, പഠിച്ചിട്ട് റിവിഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു ക്വിക്ക് റിവിഷൻ ഇത് സഹായിക്കും. അതേപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏതെല്ലാം മേഖലയ്ക്ക് സൈക്കോളജിയിൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് സഹായകമാവും. അപ്പോൾ ഇത് കഴിഞ്ഞ 20 വർഷം 2005 തൊട്ട് 2022 വരെയുള്ള സമയത്ത് ചോദിച്ചിട്ടുള്ള UP സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ 6 ക്വസ്റ്റ്യൻ പേപ്പറുകളെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഡീറ്റെയിലിങ്ങിലേക്ക് ഞാൻ പോകില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് ഒരേ സമയം എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സോ ഒരു ക്വിക്ക് റിവിഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലൂടെ ലഭ്യമാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേപോലെ കാലത്തിനനുസരിച്ച് എന്തെല്ലാം മാറ്റം ആ ക്വസ്റ്റ്യൻസിൻ്റെ ലെവലിൽ വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻസിലേക്ക് ഒന്നും പോയിട്ട് സമയം കളയുന്നില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു 120 ക്വസ്റ്റ്യൻസ് ആക്ച്വലി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒറ്റ വീഡിയോയിൽ. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, എല്ലാം UP സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് യൂസ്ഫുൾ ആയെങ്കിൽ അടുത്ത സെറ്റിൽ നിങ്ങൾക്ക് LP സ്കൂൾ അസിസ്റ്റൻ്റ് ഇതുപോലെ തന്നെ ലാസ്റ്റ് 20 ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ പറയാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ചില ചോദ്യങ്ങൾ നിങ്ങൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള ആൻസറും PSCയുടെ ആൻസർ കീയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആൻസറായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ലാസ്റ്റ് ആൻസറായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് PSCയുടെ ആൻസർ കീ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ കൺഫ്യൂസിങ് ആണെങ്കിൽ പോലും ആൻസർ കീ ആണ് നമുക്ക് അവസാനത്തെ വാക്കായിട്ട് എടുക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് ആ വർഷത്തെ ആൻസർ കീയിൽ ഏതായിരുന്നു ആൻസർ കൊടുത്തിട്ടുള്ളതെന്നാണ് നമ്മൾ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചാക്രിക രീതിയുടെ സവിശേഷത ഏത്? ചാക്രിക രീതിയുടെ സവിശേഷത ഏത് എന്നുള്ളതാണ് ചോദ്യം. ചാക്രിക രീതി, സ്പൈറൽ രീതി ഏതാണ്? ആശയം സമഗ്ര പാലിച്ചുകൊണ്ടുള്ള ക്രമീകരണം, ആശയ രൂപീകരണം അടിസ്ഥാനമാക്കിയുള്ള ക്രമീകരണം, ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണം, വിവിധ ആശയങ്ങൾ ബന്ധിപ്പിച്ചുള്ള ക്രമീകരണം. ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ചാക്രികാരോഹണം, ബ്രൂണറുടെ ചാക്രികാരോഹണം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആവർത്തിച്ച് ചോദ്യം വരുന്നൊരു മേഖലയാണ് ബ്രൂണറും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും ചാക്രികാരോഹണമൊക്കെ അല്ലേ. ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണമാണ്. അതായത് ചെറിയ ക്ലാസ്സിൽ ചെറിയ കോൺസെപ്റ്റുകൾ കൊടുക്കുക, അതിൻ്റെ വിശാലമായ കോൺസെപ്റ്റുകൾ അടുത്ത ലെവലിൽ കൊടുക്കുക. ആ രീതിയിലാണ് നമ്മൾ ചാക്രികാരോഹണ രീതി പറയുക. ഇപ്പോൾ സയൻസിലാണെങ്കിൽ ഇപ്പോൾ ലൈറ്റിനെ കുറിച്ചിട്ട് ചെറിയ ക്ലാസ്സിൽ എന്താണ് ലൈറ്റ്, എന്താണ് പ്രകാശം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അടുത്ത UP ലെവലിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഹയർ ലെവൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഹൈസ്കൂളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് പ്രതിഭാസങ്ങൾ, പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന് പഠിപ്പിക്കും. അതിനകത്ത് തന്നെയുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ലോസും കാര്യങ്ങളൊക്കെ വീണ്ടും അടുത്ത ലെവലിലേക്ക് ചെല്ലുമ്പോൾ പഠിക്കും. അപ്പോൾ ഇതാണ് ഓരോ ലെവൽ കഴിയും തോറും ഒരേ ആശയത്തിൻ്റെ തന്നെ സമഗ്രമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാഠിന്യം കൂടി വരുന്ന രീതിയിൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് വീണ്ടും പഠിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു ചോദ്യം അവിടെ വരുന്നത്. കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുമ്പ് അമ്മ നമുക്ക് പാല് തരും, അമ്മ എനിക്കിഷ്ടമാണ്, അങ്ങനത്തെ ഒരു ചോദ്യം ഇതിനു മുമ്പ് PSC തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവും PSC ചാക്രികാരോഹണം എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആവർത്തനം എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാക്രികാരോഹണം തന്നെയാണ് അതിൻ്റെ ആൻസറായിട്ട് അവർ മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആവർത്തിച്ച് പഠിക്കുന്നതിനപ്പുറത്തേക്ക് കാഠിന്യം ലെവൽ കൂട്ടിക്കൊണ്ടുവരിക കൂടി, അതായത് ഒരു ടോപ്പിക്കിനെ തന്നെ നമ്മൾ റിപ്പീറ്റ് പഠിക്കുന്നുമുണ്ട്, പക്ഷേ അതിൻ്റെ ഡെപ്ത് കൂട്ടി കൂടുതൽ ആഴത്തിൽ അതിനെ പഠിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ചാക്രികാരോഹണം, ബ്രൂണറുടെ ചാക്രികാരോഹണം. അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. പിയാഷയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് സ്വാംശീകരണവും സംസ്ഥാപനവും ഉണ്ടല്ലേ. പിയാഷയുടെ ആ ഒരു തിയറിയിൽ, പിയാഷയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിൽ സംസ്ഥാപനം എന്തായിരുന്നു? അവ ജ്ഞാതൃഘടകങ്ങളാണ്. പുതിയ അറിവുകൾ ഉണ്ടാക്കുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ്. കുട്ടിയുടെ മാനസിക സന്തുലിതാവസ്ഥയുടെ ബാലൻസ് നിലനിർത്തുന്നതാണ്. പരിസ്ഥിതിയുമായുള്ള ഇടപെടലിലൂടെ ഉണ്ടാകുന്ന പുതിയ അറിവുകൾ കൂടിച്ചേരുന്നതാണ്. ഏതാണ് സംസ്ഥാപനം?
സ്വാംശീകരണവും സംസ്ഥാപനവും. ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക? തീർച്ചയായിട്ടും നമുക്ക് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക അല്ലേ. പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് സംസ്ഥാപനം എന്ന പേരിൽ അവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുക. അടുത്ത ചോദ്യം നോക്കൂ. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനത്തിലെ നേട്ടങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? ഉദാത്തീകരണം, പ്രക്ഷേപണം, യുക്തീകരണം, അനുപൂരണം. ഇതിലേതാണ്? വളരെ സിമ്പിളാണ്. ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൊക്കെ ആവർത്തിച്ച് ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേത് ഡിഫൻസ് മെക്കാനിസമാണ് ഇവിടുത്തെ ശരിയായിട്ട് വരുന്നത്? തീർച്ചയായിട്ടും അത് നമുക്ക് അനുപൂരണം, കോമ്പൻസേഷൻ, അനുപൂരണം അഥവാ കോമ്പൻസേഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. അപ്പോൾ ഒരു മേഖലയിലെ പോരായ്മ മറ്റൊരു മേഖലയിലെ കഴിവ് തെളിയിച്ചുകൊണ്ട് മറികടക്കാൻ ശ്രമിക്കുന്നതിനെ അനുപൂരണം അഥവാ കോമ്പൻസേഷൻ എന്ന് നമുക്ക് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡിഫൻസ് മെക്കാനിസം, പഠിച്ചു വെക്കേണ്ടതാണ്. ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹൊവാർഡ് ഗാർഡ്നർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഹൊവാർഡ് ഗാർഡ്നറുടെ ശാരീരിക ചലനപരമായ ബുദ്ധിയാണോ, സാംസ്കാരിക ബുദ്ധിയാണോ, ബുദ്ധിയുടെ വിശിഷ്ട ഘടകമാണോ, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ആണോ? ഏതാണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക? ഹൊവാർഡ് ഗാർഡ്നറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനകത്ത് വളരെ പ്രധാനമായിട്ടും കുറേ ഇൻ്റലിജൻസുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിലെവിടെയും ഫ്ലൂയിഡ് ഇൻ്റലിജൻസോ വിശിഷ്ട ഘടകമോ സാംസ്കാരിക ബുദ്ധിയോ ഇല്ല. പക്ഷേ അതിലെന്തുണ്ട്? ശാരീരിക ചലനപരമായ ബുദ്ധിയുണ്ട്. ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൊവാർഡ് ഗാർഡ്നറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ഓരോന്നും എന്താണെന്നും അത് പരിപോഷിപ്പിക്കാനായിട്ട് ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം കൊടുക്കാമെന്നും ഓരോ പ്രത്യേക സംഭവങ്ങൾ തന്നിട്ട് അതിൽ ഏത് ബുദ്ധിയാണ് വന്നിട്ടുള്ളതെന്നും തരത്തിലുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. സോ വളരെ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. ഇനിയും നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും. ശ്രമപരാജയ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെ? ശ്രമപരാജയ സിദ്ധാന്തം അതിൽ ഫല നിയമം, ചോദക നിയമം, പ്രതികരണ നിയമം. ചോദക നിയമം, പ്രതികരണ നിയമം, അഭ്യാസ നിയമം. സന്നദ്ധത നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. അഭ്യാസ നിയമം, സന്നദ്ധ നിയമം, പ്രതികരണ നിയമം. വളരെ സിമ്പിൾ ആണല്ലോ. തോണ്ടയ്ക്കിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ശ്രമപരാജയ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്നദ്ധ നിയമമുണ്ട്, ഫല നിയമമുണ്ട്, അഭ്യാസ നിയമവുമുണ്ട്. സന്നദ്ധതാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് സ്വയം ഉത്തരം കണ്ടെത്താൻ ആതിരയ്ക്ക് കഴിഞ്ഞില്ല. അധ്യാപിക ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആതിര സ്വയം ഉത്തരം കണ്ടെത്തി. അപ്പോൾ അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് ഒറ്റയ്ക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അധ്യാപിക ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആതിര സ്വയം ഉത്തരം കണ്ടെത്തി. ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന ഏത് മനഃശാസ്ത്രാശയവുമായി ബന്ധപ്പെടുത്താം? കണ്ടെത്തൽ പഠനം, സമീപസ്ഥ വികാസമണ്ഡലം, മനോവ്യാപാര പൂർവ്വഘട്ടം, മാതൃക കാണിക്കൽ. ഇതിലേതായിരിക്കും? വളരെ സിമ്പിളാണല്ലേ. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് സമീപസ്ഥ വികാസ മണ്ഡലം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. വൈഗോസ്കിയുടെ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദവും അദ്ദേഹത്തിൻ്റെ സമീപസ്ഥ വികാസ മണ്ഡലവും അദ്ദേഹത്തിൻ്റെ സഹവർത്തിത പഠനം, സഹകരണാത്മക പഠനം, പ്രതിക്രിയ അധ്യാപനം ഇതെല്ലാം ആവർത്തിച്ച് ചോദ്യമായിട്ട് വരുന്നതാണ്. ഒരു കുട്ടിക്ക് സ്വയം എത്തിച്ചേരാവുന്ന ഒരു ലെവലുണ്ട്, മറ്റൊരാളുടെ സഹായത്തോടു കൂടി എത്തിച്ചേരാവുന്ന ഒരു ഉന്നത നിലയുമുണ്ട്. ഇതിനിടയിലുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? ആ ഒരു ഏരിയയാണ് നമ്മൾ ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അത് തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. പ്രത്യേക അസൈൻമെൻറ്റുകൾ, സ്വതന്ത്ര പ്രൊജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ എന്നിവയിൽ ഏത് വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യമായിട്ട് വരുന്നത്? പ്രതിഭാധനരായ കുട്ടികൾക്കാണോ, പഠന പിന്നോക്കാവസ്ഥയുള്ളവർക്കാണോ, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കാണോ, ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾക്കാണോ? ഏതാണ്? പ്രത്യേക അസൈൻമെൻറ്റുകൾ, സ്വതന്ത്ര പ്രൊജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങളൊക്കെ ഇതിൽ ആർക്കാണ്? പ്രതിഭാധനരായിട്ടുള്ള കുട്ടികൾക്കാണ് കൊടുക്കാൻ പറ്റുക അല്ലേ? അവർക്കാണ് കൂടുതൽ എഫക്റ്റീവ് ആകുന്നത്, കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നതൊക്കെ അവർക്കാണ്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഓർത്തിരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ചിന്താധാരയാണ് മുന്നോട്ട് വെച്ചത്? ഉൾക്കാഴ്ച, ഇൻസൈറ്റ്, സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം, വ്യവഹാരവാദം, ഘടനാവാദം, ജസ്റ്റാർട്ട് മനഃശാസ്ത്രം. ഏതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉൾക്കാഴ്ച എന്ന് പറയുന്ന ആശയം വന്നിരിക്കുന്നത്? ഉൾക്കാഴ്ച എന്ന് പറയുന്ന ആശയം ജസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജസ്റ്റാൾട്ട് സൈക്കോളജി. അതിൽ നിന്ന് അതിൻ്റെ ലോസും കാര്യങ്ങളൊക്കെ എപ്പോഴും ആവർത്തിച്ച് ചോദ്യം വരുന്നത് കാണാൻ പറ്റും. മുമ്പോട്ട് പോകുമ്പോൾ ഇനിയും കാണാൻ പറ്റും. ഈ 6 വർഷത്തെ ക്വസ്റ്റ്യൻസിനിടയ്ക്ക് ആവർത്തിച്ച് വരുന്ന ഒരു മേഖലയാണ് ജസ്റ്റാൾട്ട് സൈക്കോളജിയും. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചുകൊള്ളണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തതേതാണ്? താല്പര്യങ്ങളിലെയും അഭിരുചികളിലെയും വ്യത്യാസം, സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങളിലെ വ്യത്യാസം, പഠനശൈലിയിലെ വ്യത്യാസങ്ങൾ, വൈകാരികമായ വ്യത്യാസങ്ങൾ. അപ്പം മോസ്റ്റ് സ്യൂട്ടബിൾ എടുക്കണേ. വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തതേത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. താല്പര്യങ്ങളിലെയും അഭിരുചികളിലെയും വ്യത്യാസം വരാം, പഠനശൈലിയിലെ വ്യത്യാസം വരാം, വൈകാരികമായ വ്യത്യാസങ്ങളും വരാം. പക്ഷേ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസം എന്ന് പറയുന്നത് വ്യക്തി വ്യത്യാസത്തിനകത്തല്ല എന്നുള്ളത് നമുക്ക് വായിക്കുമ്പോൾ കിട്ടണം. അപ്പോൾ ഇത് ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യുക നിങ്ങൾ പഠിച്ചു പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ. അടുത്ത ബ്രൂണറുടെ ആശയരൂപീകരണ പ്രക്രിയയിൽ പിന്തുടരുന്ന ടീച്ചർ 5ാം ക്ലാസ്സിൽ ത്രികോണത്തിൻ്റെ പ്രത്യേകതകൾ പഠിപ്പിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ
ട്രയാങ്കിൾ എ ബി സിയിൽ കോൺ എ, കോൺ ബി, കോൺ സി ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് ബോർഡിൽ എഴുതി. ഇത് ഏത് ഘട്ടത്തെ സൂചിപ്പിക്കും? ഇത്തരത്തിൽ സിമ്പലുകളെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏത് ഘട്ടത്തിലാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ബ്രൂണറുടെ ആശയ രൂപീകരണ പ്രക്രിയ തുടരുന്ന ടീച്ചറാണെങ്കിൽ പ്രവർത്തനഘട്ടം, ഇന്ദ്രിയജാലഘട്ടം, പ്രതീകാത്മഘട്ടം, രൂപാത്മഘട്ടം. പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം അല്ലേ, രൂപാത്മഘട്ടം ഒക്കെ ഉണ്ട്. അതിൽ പ്രതീകാത്മഘട്ടമാണ് നമുക്ക് വേണ്ടത് അല്ലേ, ഓപ്ഷൻ സി. അതായത് ബിംബനഘട്ടം, പ്രതീകാത്മഘട്ടം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല പേരുകൾ പറയാറുണ്ട്. ഇവിടെ ഓപ്ഷൻ സി ആണ് പ്രതീകാത്മഘട്ടം എന്നുള്ളതാണ്. ഇത്തരത്തിൽ സിമ്പലുകളെ കാണിച്ചുകൊണ്ടൊക്കെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത് WAIS, CAT, MMPI, TAT. അപ്പോൾ ക്യാറ്റും ടാറ്റും ഒക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിയണം. ഇവിടെ ബുദ്ധിമാപനത്തിനാണ് ചോദിച്ചിരിക്കുന്നത്. ബുദ്ധിമാപനത്തിന് നമുക്ക് എന്താ വെസ്ലേഴ്സ് അഡൽട്ട് ഇൻ്റലിജൻസ് ടെസ്റ്റ്, WAIS താഴെ കൊടുത്തിട്ടുണ്ട്. വെസ്ലേഴ്സ് അഡൽട്ട് ഇൻ്റലിജൻസ് ടെസ്റ്റ് ആണ് നമ്മളൊരു IQ ടെസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. CAT ഒക്കെ എന്താ, CAT TAT എന്നൊക്കെ പറയുന്നത് പ്രൊജക്റ്റീവ് ടെക്നിക്കുകളാണ് അല്ലേ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റും അതുപോലെ തന്നെ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റും ഒക്കെ അത് നമ്മൾ പ്രൊജക്റ്റീവ് ടെക്നിക്കായിട്ടൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്. MMPI, മിന്നസോട്ട മൾട്ടിഫാഗ് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്തായാലും വെസ്ലർ അഡൽട്ട് ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന WAIS ആണ് ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്ന പരീക്ഷയായിട്ട് നമുക്ക് കാണാൻ പറ്റുക. 7ാം ക്ലാസ്സിലെ ലീഡറാണ് വിദ്യ. ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവൾ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ്, സഹകരണ മനോഭാവം, അനുതാപം എന്നീ കഴിവുകളും വിദ്യയ്ക്കുണ്ട്. വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. ബഹുമുഖ ബുദ്ധിയാണോ, വൈകാരിക ബുദ്ധിയാണോ, ബുദ്ധിശക്തിയാണോ, ആത്മീയ ബുദ്ധിയാണോ? അപ്പോൾ മറ്റുള്ളവരോട് എന്താ പറയുക, നല്ല ബന്ധം സ്ഥാപിക്കുന്നുണ്ട്, തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവുണ്ട്, സഹകരണ മനോഭാവം, അനുതാപമൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടാവുന്നത് ഏത് ബുദ്ധിയിലാണ്? അത് വൈകാരിക ബുദ്ധിയുടെ ഭാഗമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് അവിടെ നമുക്ക് എടുക്കാൻ സാധിക്കുക. അടുത്ത ഒരു ചോദ്യം നോക്കാം നമുക്ക്. സഹപാഠികളുടെ ചെറു സംഘം ഒരു പൊതു ഉദ്ദേശം ഒന്ന് മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഉദ്ദേശാധിഷ്ഠിത പഠനം, ഗ്രൂപ്പ് പഠനം, സഹപഠനം, സഹകരണാത്മക പഠനം. സഹപാഠികളുടെ ചെറു സംഘം ഒരു പൊതു ഉദ്ദേശം ഒന്ന് മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? നമുക്ക് പറയാം ഏതാണത്? അത് സഹകരണാത്മക പഠനമാണ്. ഈ കൊളാബറേറ്റീവ് ലേണിങ്ങും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ലേണിങ്ങും ഉണ്ട്. കോപ്പറേറ്റീവ് ലേണിങ്ങും കൊളാബറേറ്റീവ് ലേണിങ്ങും. ഒന്നിൽ എല്ലാവരും പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി പോകുമ്പോൾ, സഹകരണാത്മക പഠനത്തിലൊക്കെ അങ്ങനെയാണ്. ഒരു പൊതുവായിട്ടുള്ള ചെറു സംഘങ്ങൾ രൂപീകരിച്ച് പൊതുവായിട്ടുള്ള ഉദ്ദേശം ഒന്ന് മുൻനിർത്തി പോവുകയാണ് സഹകരണാത്മക പഠനം. സഹവർത്തിത പഠനം എന്ന് പറയുമ്പോൾ കുട്ടി അവൻ്റെ ഇൻഡിവിജ്വലുള്ള പഠനത്തിൻ്റെ കാര്യങ്ങളിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ പരസ്പരം ചേർന്നുകൊണ്ട് പഠിക്കാൻ ശ്രമിച്ചു പോകുന്നു, അത്രയാണ്. അതിന് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, രണ്ടും ചോദ്യമായിട്ട് ചോദിക്കാറുള്ളതാണ്. കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടൽ ഏതാണ്? സമഗ്ര, സ്കൂൾ വിക്കി, വിക്കിപീഡിയ, ജി സ്യൂട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ടും നമുക്ക് ഈ അടുത്തിടയ്ക്കൊക്കെ നടന്നിട്ടുള്ള LP UP എക്സാമുകളിൽ കാണാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ ഇത്തരത്തിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ചില സൈറ്റുകളും അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട ഓൺലൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് ചോദ്യം വരാറുണ്ട്. അപ്പോൾ വിക്കിപീഡിയയും ജി സ്യൂട്ടും സമഗ്രയൊന്നുമല്ല, സ്കൂൾ വിക്കിയാണ്. സ്കൂൾ വിക്കിയാണ് ശരിയായിട്ടുള്ള ആൻസർ. സമഗ്ര എന്ന് പറയുന്നത് നമുക്ക് റിസോഴ്സ് പോർട്ടലായിട്ട് നമ്മുടെ പുസ്തകമൊക്കെ ഓൺലൈനായിട്ടൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് സമഗ്ര പോർട്ടലിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ സ്കൂൾ വിക്കിയാണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കാം. വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏതാണ്? CMAT, SSK, SIET, SCRT. വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. ഏതാണത്? അത് SIEMAT, CMAT ആണ്. ഏതാണ്? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. അതാണ് കേരളത്തിലെ CMAT എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതാണ്. SSK എന്ന് പറയുന്നത് എന്താ? സമഗ്ര ശിക്ഷ കേരള. സമഗ്ര ശിക്ഷ കേരളയാണ്. SSA ആണ് സർവശിക്ഷാ അഭിയാൻ, ഇത് സമഗ്ര ശിക്ഷ കേരള. SSA സമഗ്ര ശിക്ഷാ അഭിയാൻ എന്നുള്ള രീതിയിലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് SSAയും RMSA ഒക്കെ ചേർന്നിട്ട് പിന്നീട് ഒന്നിച്ചു വന്നതാണ്. അത് കേരളത്തിൻ്റെ കോണ്ടസ്റ്റിലാണ് SSK എന്നുള്ള പേരിലേക്ക് വരുന്നത്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയാണ് SIET.
സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ് SCRT. അവിടെ വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും ഈ ഗവേഷണം എന്ന് കാണുമ്പോണ്ടല്ലോ SCRTയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾ കാണിക്കും. പക്ഷേ CMAT ആണ് അവിടെ മാനേജ്മെൻറ്റുമായിട്ട്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു വേർഡ് തന്നെ അവിടെ കിടപ്പുണ്ട്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ടേം തന്നെ അവിടെ കിടപ്പുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. അന്ന് ഒരുപാട് പേര് തെറ്റിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു, നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്ത്, മരങ്ങൾക്ക് ജീവികളെ പോലെ ചലനശേഷി കൈവരുന്നാൽ അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരിക്കും? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൻ്റെ വികസനത്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ അനുയോജ്യം? ജീവശാസ്ത്രപരമായ അറിവ്, ബുദ്ധിശക്തി, പരിസ്ഥിതി സംരക്ഷണ മനോഭാവം, സർഗപരത. ഏതുമായി ബന്ധപ്പെട്ടായിരിക്കും? മരങ്ങൾക്ക് ജീവികളെ പോലെ ചലനശേഷി കൈവന്നാൽ അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരിക്കും? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് നിൽക്കുക? വളരെ സിമ്പിളാണല്ലേ, നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പറയാൻ പറ്റും. സർഗപരതയാണ്, ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യമാണ് അത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. ശാസ്ത്ര പഠനത്തിനായി ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ശാസ്ത്ര പഠനത്തിനായി ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ നടന്നിട്ടുള്ള UP സ്കൂൾ അസിസ്റ്റൻ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഒരുപാട് പേര് തെറ്റിച്ച അല്ലെങ്കിൽ എഴുതാതെ വിട്ട ഒന്നായിരുന്നു. സ്റ്റെല്ലേറിയം അല്ല, ജിയോജിബ്ര, ജിക്കോബ്രിസ്, ഫെറ്റ്. ഏതായിരുന്നു? ഫെറ്റാണ്. അത് നമ്മൾ ജനറൽ ആയിട്ടുള്ളൊരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. ജന്മനാ അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല. അതിനാൽ 1ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മറ്റു കുട്ടികളെ പോലെ ഭാഷാശേഷി നേടാൻ കഴിഞ്ഞില്ല. വികസനത്തിലെ ഏത് തത്വമായി ഇതിനെ ബന്ധിപ്പിക്കാം? വികസനം ക്രമീകൃതമാണ്. വികസനം പരിഭാവനത്തെയും പഠനത്തെ പരിപക്വനമാണ് കേട്ടോ. പരിപക്വനത്തെയും പഠനത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വികസനം വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജന്മനാ അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോകാതിരിക്കുന്നു. 1ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മറ്റു കുട്ടികളെ പോലെ ഭാഷാശേഷി നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്കിവിടെ ചേർത്ത് വയ്ക്കാം. വികസനവുമായിട്ട് ബന്ധപ്പെട്ട്, വികാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് വരിക. അപ്പോൾ ബാക്കിയൊന്നും അവിടെ കൃത്യമായിട്ട് വരില്ലല്ലോ. വേറെ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ഓപ്ഷൻ D തന്നെയാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുക. വികാസ തത്വങ്ങൾ, അതിൻ്റെ ആപ്ലിക്കേഷനുകൾ പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ നമുക്ക്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും കൃത്യമായി ഓർത്തെടുക്കുന്ന കുട്ടി ഏത് തരം ഓർമ്മയിലാണ് ഉപയോഗിക്കുന്നത്? സംഭവപരമായ ഓർമ്മ, അർത്ഥപരമായ ഓർമ്മ, പ്രക്രിയാപരമായ ഓർമ്മ, ഇന്ദ്രിയ ഓർമ്മ. ഏതായിരിക്കും അത്? തീർച്ചയായിട്ടും അത് അർത്ഥപരമായിട്ടുള്ള ഓർമ്മയാണ്. ഓപ്ഷൻ B ആണ്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും കൃത്യമായി ഓർത്തെടുക്കുന്ന കുട്ടി അർത്ഥപരമായിട്ടുള്ള ഓർമ്മ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു മാർഗ്ഗമാണ് പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത്? സാങ്കേതിക സമീപനം, ബഹുഇന്ദ്രിയ സമീപനം, വ്യക്തിഗത ബോധന സമീപനം, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവയെല്ലാം അതിനകത്ത് വരുന്നതാണ്. ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. അടുത്ത, അപ്പോൾ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞു. 20 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ. ഇനി അടുത്ത സെറ്റ് 20 ക്വസ്റ്റ്യൻ നമുക്കറിയാം. 20 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് ചോദിക്കുക. അതേപോലെ തന്നെ നമുക്ക് പെഡഗോഗിയിൽ നിന്ന് 3-4 ക്വസ്റ്റ്യൻസ് ലാംഗ്വേജിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നുണ്ട്. അല്ലാതെ സൈക്കോളജി, പ്യൂർ സൈക്കോളജി ചോദിക്കുന്ന 20 ചോദ്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ കണ്ടത്. അടുത്ത സെറ്റിലേക്ക് പോവുകയാണ്. സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടം: മുൻകൈ എടുക്കൽ, കുറ്റബോധം, സ്വയാശ്രയത്തിന് ലജ്ജ, കർമ്മോത്സുകത, അപർഷത, വ്യക്തിത്വ സ്ഥാപനം, വ്യക്തിത്വ പ്രതിസന്ധി. അപ്പോൾ എറിക്സൻ്റെയൊക്കെ സ്റ്റേജസ്, പിയാഷെ, ബ്രൂണർ, വൈഗോസ്കി, ജസ്റ്റാൾ മനഃശാസ്ത്രം, എറിക്സൻ്റെ സ്റ്റേജസ്, ഇതൊക്കെ പാവ്ലോ, സ്കിന്നർ, ഇതൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഏരിയയാണ്. അപ്പോൾ ഇവിടെ സ്കൂൾ പ്രായം എന്ന് വിളിക്കുന്നതെന്ന് പറയുന്നത് കർമ്മോത്സുകത, അപകർഷത. ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. ദെൻ എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിൻ്റെ തൊട്ടു മുകളിൽ വരുന്ന ആവശ്യമാണ് സൗന്ദര്യാത്മകം, ആദരിക്കപ്പെടുക, സ്നേഹിക്കപ്പെടുക, സുരക്ഷിതത്വം. ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി. അപ്പോൾ എബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കി വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതാണ്. എറിക്സൻ്റെ സ്റ്റേജസ് പോലെ തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അവിടെ ശാരീരിക ആവശ്യങ്ങൾ, ഫിസിയോളജിക്കൽ നീഡ് എന്നതിൻ്റെ തൊട്ട് മുകളിൽ വരുന്നത് ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സുരക്ഷിതത്വമാണ്. ശാരീരിക ആവശ്യം കഴിഞ്ഞാൽ സുരക്ഷിതത്വമാണ്. പിന്നെ സ്നേഹിക്കപ്പെടുക, പിന്നെ ആദരിക്കപ്പെടുക, അതിനുശേഷം എസ്റ്റീം നീഡും കഴിഞ്ഞിട്ട് സെൽഫ് ആക്ച്വലൈസേഷനിലേക്കൊക്കെ നമ്മൾ എത്തുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേജസും സ്റ്റെപ്പുകളൊക്കെ പഠിച്ചു വെക്കണം. ബുദ്ധിയുടെ G ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തതേത്? ജന്മസിദ്ധമാണ്, സ്ഥിരമാണ്, പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു, പൊതുവായ മാനസിക ശക്തി വിശേഷം. വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ G ഘടകം.
അപ്പോൾ അത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ പഠിക്കുന്നതാണ്, ബുദ്ധി സിദ്ധാന്തങ്ങളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ജി ഫാക്ടറിനകത്ത് എന്ന് പറയുന്നത് പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നില്ല. ബാക്കിയെല്ലാം ജന്മസിദ്ധവും സ്ഥിരവും പൊതുവായ മാനസിക ശക്തി വിശേഷവുമാണ്. പക്ഷേ പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കുന്ന ജി അല്ല അടുത്തതായിരുന്നു എന്ന് ഓർത്തിരിക്കണം. ലൈംഗിക ചൂഷണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാർ വളരെ അത്യാവശ്യമായി നൽകേണ്ട കൗൺസിലിംഗ് ഏതാണ്? കൗമാരക്കാർക്ക് സുഖര കൗൺസിലിംഗ്, പ്രതിരോധ കൗൺസിലിംഗ്, പ്രതിസന്ധി നിവാരണ കൗൺസിലിംഗ്, വികസന കൗൺസിലിംഗ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് അത് തടയാൻ വേണ്ടിയിട്ട് അവർക്ക് നമുക്ക് കൊടുക്കാവുന്ന കൗൺസിലിംഗ് ആണ് അത് പ്രതിരോധ കൗൺസിലിംഗ് ആണ്. പ്രതിരോധ കൗൺസിലിംഗ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അടുത്ത 5ാമത്തെ ചോദ്യം നോക്കൂ. പഠിതാക്കൾക്ക് അഹംബോധവും അവർക്ക് മുമ്പ് പരിചയപ്പെട്ട ആത്മാദരം, ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണം എന്നത് ആരുടെ തത്വമാണ്? പഠിതാക്കൾക്ക് അഹംബോധം, അവർക്ക് മുൻ പരിചയപ്പെട്ട ആത്മാദരം, ആത്മാഭിമാനം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത് റോജറാണോ, വാട്സൺ ആണോ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ, തോണ്ടൈക്ക് ആണോ? ആരുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ഇത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തിയറി, കാൾ റോജറിൻ്റെ തിയറി വളരെ പ്രാധാന്യത്തോടുകൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദർശാത്മകത്തൊക്കെ നമ്മൾ പറയുന്നതാണ്, ഐഡിയൽ സെൽഫും സെൽഫും ഒക്കെ. ഇനി പ്രതിക്രിയാധ്യാപനം ആരുടെ ആശയമാണ്? പ്രതിക്രിയാധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത് ആരുടെ ആശയമാണ്? നേരത്തെ ഞാൻ പറഞ്ഞു ആ മനുഷ്യനില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റില്ല ഇത്രയും കാലത്തിനിടയ്ക്ക്. കോൾബർഗ്, ബ്രൂണർ, ജീൻ പിയാഷെ, വൈഗോസ്കി. ആരാണ്? പ്രതിക്രിയാധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്, ഭാഷാ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഭാഷാ പരിശീലനത്തിന് വേണ്ടിയിട്ട് വൈഗോസ്കിയൻ ഫിലോസഫീനെ വെച്ചിട്ട് അല്ലെങ്കിൽ വൈഗോസ്കിയുടെ സൈക്കോളജിയിൽ തത്വങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് പ്രതിക്രിയ അധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്. വൈഗോസ്കി മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും ജസ്റ്റാൾ സൈക്കോളജി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ആവർത്തിച്ച് വരുന്നു എന്ന് ഞാൻ പറയാറില്ലേ. ചിത്രത്തിൽ 8 രേഖാഖണ്ഡങ്ങളെ 4 സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നത് ഈ പ്രതിഭാസത്തിൻ്റെ പേര്. ഈ പടം അതേപോലെ DLD ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്, അത് അങ്ങനെ തന്നെ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഒരു 4 പ്രിൻസിപ്പിൾ ഉണ്ട് മൊത്തത്തിൽ അല്ലേ. പിന്നെ ഒരു 5ാമത്തെ രൂപപശ്ചാത്തല എന്ന് പറഞ്ഞിട്ടൊരു തത്വടി നമ്മൾ DLD ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. അതിൽ നിന്നൊക്കെ ചോദ്യം വരാം. സാമീപ്യ നിയമം, സാമ്യതാ നിയമം, സമ്പൂർണ്ണ നിയമം, തുടർച്ചാ നിയമം. അപ്പോൾ അടുത്തിരിക്കുന്നതിനെ കൂട്ടം കൂട്ടമായി കാണുന്നു എന്നുള്ളത് സാമീപ്യ നിയമമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. 8ാമത്തത് ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് എന്താണ്? ധാരണ, അനുസ്മരണം, തിരിച്ചറിവ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏത്? ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ഇവയെല്ലാം പെടും. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് അവിടെ വരിക. 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 ആണെങ്കിൽ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണിക്ക് ഏത് വിഭാഗത്തിൽ പെടുത്താം റോണിയെ? ശരാശരി, മൂഢബുദ്ധി, മന്ദബുദ്ധി, ക്ഷീണബുദ്ധി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പല പുസ്തകങ്ങളും പല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ടെർമാൻ്റെ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് ടെർമാൻ്റെ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് ഇതിനെ കണക്കാക്കേണ്ടതുണ്ട്. ഇവിടെ മൂഢബുദ്ധി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം IQ കണ്ടുപിടിക്കാനായിട്ട് മെൻ്റൽ ഏജ് ബൈ ക്രൊണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ് അല്ലേ. മെൻ്റൽ ഏജ് ബൈ ക്രൊണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ്. ഇപ്പോൾ ഇവിടുത്തെ മാനസിക വയസ്സ് മെൻ്റൽ ഏജ് എന്ന് പറയുന്ന വാല്യൂ 8 ആണ്. അതേപോലെ തന്നെ ക്രൊണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്, ശാരീരിക വയസ്സെന്ന് പറയുന്നത് 13 ആണ് ഇൻറ്റു 100. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ 61 സംതിങ് ആണ്, 61 പോയിൻറ്റ് സംതിങ് നിങ്ങൾക്ക് വാല്യൂ ആയിട്ട് കിട്ടും, പെർസെൻറ്റേജ് ആയിട്ട് കിട്ടും. അപ്പോൾ 61 ആ റേഞ്ച് എന്നൊക്കെ പറയുന്നത് ഏത് ബുദ്ധിക്കകത്താണ് വരുന്നതെന്ന് നോക്കണം. വ്യക്തികളുടെ അവരുടെ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കാനുള്ള ശ്രമങ്ങൾ പലരും നടത്തിയിട്ടുണ്ട്. അതിൽ ടെർമാൻ്റെ വർഗീകരണമാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ടെർമാൻ വർഗീകരിച്ചിരിക്കുന്നത് നോക്കിക്കേ. 140 മുതലാണ് പ്രതിഭാശാലി, 120 139 ഇടയ്ക്ക് അതിബുദ്ധിമാൻ, വെരി സുപ്പീരിയർ, 110 119 ഇടയ്ക്ക് ബുദ്ധിമാൻ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 90 150 ഇടയ്ക്ക് ശരാശരിക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 80 89 ഇടയ്ക്ക് ബുദ്ധി കുറഞ്ഞവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 70 79 ഇടയ്ക്ക് അതിർരേഖയിലുള്ളവനായിട്ട് പറയുന്നു. 70 താഴെ മന്ദബുദ്ധി എന്ന് പറയുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇതിങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. 140 മുകളിലുള്ളതിനകത്ത് ടെർമാൻ എന്ത് വിളിച്ചു? പ്രതിഭാശാലി. 120 139 ഇടയ്ക്ക് അതിബുദ്ധിമാൻ, ഇതും ചോദിച്ചിട്ടുണ്ട്. ഇത് കേട്ടിട്ടുണ്ട്, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. 110 119 ഇടയ്ക്ക് ബുദ്ധിമാൻ, 90 150 ഇടയ്ക്ക് ശരാശരിക്കാരൻ, 80 89 ഇടയ്ക്ക് ബുദ്ധി കുറഞ്ഞവൻ, 70 79 ഇടയ്ക്ക് അതിർരേഖയിലുള്ളവൻ. ഇതൊക്കെ അദ്ദേഹം ടെർമാൻ്റെ ക്ലാസിഫിക്കേഷനകത്തെ സംഭവമാണ്. എല്ലാ ക്ലാസിഫിക്കേഷനും ഇങ്ങനെയല്ല. ഇനി 70 താഴെ മന്ദബുദ്ധി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എന്താ 61 എങ്ങാണ്ട് വരുമെന്ന് പറഞ്ഞല്ലേ, 61% വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ മന്ദബുദ്ധി ഓപ്ഷൻ വരണ്ടായിരുന്നോ? എന്നിട്ട് മൂഢബുദ്ധിയാണല്ലോ വന്നത്. അതെന്തുകൊണ്ടാണ്? ഈ മന്ദബുദ്ധി എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനെ വീണ്ടും 3 ഭാഗങ്ങളായിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ 50 69 ഇടയ്ക്ക് മൂഢബുദ്ധി എന്നും, 25 49 ഇടയ്ക്ക് ക്ഷീണബുദ്ധി എന്നും, അതുപോലെ 25 താഴെ ജഡബുദ്ധി എന്നും അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ 50 69 ഇടയിലാണ് നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടുക. ഏതാണ്ട് 61 സംതിങ് വാല്യൂ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അത് വരുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്, അത് മൂഢബുദ്ധിയിൽ വരുന്നതാണ്. അപ്പം മന്ദബുദ്ധിയിൽ തന്നെ മൂഢബുദ്ധി, ക്ഷീണബുദ്ധി, ജഡബുദ്ധി എന്നുള്ള ക്ലാസിഫിക്കേഷൻ വീണ്ടും അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതിലെ മൂഢബുദ്ധിയാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ.
ഇച്ചിരി ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന ഏരിയയാണ്. മറ്റേ ക്ലാസിഫിക്കേഷൻ പോലും ആൾക്കാർ പഠിക്കാറുണ്ട്. അതിനകത്തെ ഈ ക്ലാസിഫിക്കേഷൻ പഠിച്ചാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ക്രിയാ ഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? ക്രിയാ ഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് എത്രയോ തവണ ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. വില്യം വൂണ്ട്, സ്റ്റീഫൻ എം കോറി, ലെറ്റ്മർ വിമർ, ജെഎൽ മൊറിനോ. ക്രിയാ ഗവേഷണം, ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പേര് സ്റ്റീഫൻ എം കോറി. ഇതൊന്നും ഇനി ആരും തെറ്റിക്കരുത്. എല്ലാവരും എഴുതുന്ന എല്ലാവരും ശരിയാക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് ആണ്. കാരണം അത്രയേറെ പ്രാധാന്യത്തോടുകൂടി എല്ലാ വീഡിയോകളിലും നമ്മൾ പറയുന്നതാണ്. മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു. ഇത് ഏതു തരം സമായോജന തന്ത്രമാണ്? അനുപൂരണം, താതാത്മീകരണം, ഉദാത്തീകരണം, ദെൻ ദമനം. ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? വളരെ പ്രധാനപ്പെട്ടാണ്. ഡിഫൻസ് മെക്കാനിസം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാമെന്ന് പറഞ്ഞു അല്ലേ? അതിൽ സബ്ലിമേഷൻ അഥവാ ഉദാത്തീകരണം എന്നുള്ളതാണ് നമുക്കിവിടുത്തെ ആൻസറായിട്ട് എടുക്കാൻ പറ്റുക. സബ്ലിമേഷൻ അഥവാ ഉദാത്തീകരണം. വർഷത്തിലെ മമ്മൂക്കയുടെ റോളിനെ കുറിച്ചൊക്കെ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കൊരു മോശം അവസ്ഥയുണ്ടായി, അതിൽ നിന്ന് സമൂഹത്തിന് ഉത്തരവാദിത്തം ഉള്ള, സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ തിരിച്ചു വിടുന്നു. അതാണ് ഉദാത്തീകരണം അഥവാ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ആശയ രൂപീകരണത്തിൻ്റെ പ്രക്രിയാഘട്ടങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? സംവേദനം, വർഗീകരണം, പ്രത്യക്ഷണം, സാമാന്യവൽക്കരണം. സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം. പ്രത്യക്ഷണം, വർഗീകരണം, സംവേദനം, സാമാന്യവൽക്കരണം. വർഗീകരണം, സംവേദനം, പ്രത്യക്ഷണം, സാമാന്യവൽക്കരണം. അപ്പോൾ ആരോടുന്ന് ഇച്ചിരി മാറിപ്പോയിട്ടുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഈ ഇടയ്ക്കും ഈ പറയുന്ന 2024 ജൂണിലെ കേരറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ടൈമിന് മാത്രമേ അവിടെ മാറ്റം വന്നിട്ടുള്ളൂ. പക്ഷേ എന്താ സംവേദനം ചെയ്യുന്നു? നമ്മളൊരു കാര്യം സെൻസ് ഓർഗൻസ് ഒക്കെ വെച്ചിട്ട് സംവേദനം ചെയ്യുന്നു. ചുറ്റുമുള്ള ലോകത്തെ നമ്മൾ സംവേദനം ചെയ്യുന്നു. അതിൽ നിന്നൊരു പ്രത്യക്ഷണം സംഭവിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു, വർഗീകരണം സംഭവിക്കുന്നു. അതിനുശേഷം അത് സാമാന്യവൽക്കരണത്തിലേക്ക് എത്തിക്കുന്നു. ഇതാണ് കറക്റ്റ് ഓർഡറായിട്ട് ഓർത്തിരുന്നോണം. ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്. ദെൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തതാര്? മാക്സ് വെർത്തിമർ, ജോൺ മേയർ, ഡാനിയൽ ഗോൾമാൻ, പീറ്റർ സലോവ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തതാരാണ്? അപ്പം മേയറും ഗോൾമാനും സലോവയും ഒക്കെ വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മാക്സ് വെർത്തിമർ ആ കൂട്ടത്തിൽ പെടുന്നില്ല. അദ്ദേഹമാണ് അവിടെ മാറി നിൽക്കുന്നയാൾ. അടുത്ത ചോദ്യം നോക്കും. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഇദ്, അഹം, അത്യഹം മുകളിൽ പറഞ്ഞവയെല്ലാം ഏതാണ്? ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ വളരെ പ്രാധാന്യത്തോട് പഠിക്കേണ്ടതല്ലേ? അതിൽ അഹമാണ് ഇത് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ആ ഒരു തിയറി, ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ, സൈക്കോ അനാലിസിസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട തിയറീസ് സിഗ്മണ്ട് ഫ്രോയിഡിനെ ഒന്നും മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും, അനു എന്ന കുട്ടി കരീഷ്മയെയും, കരീഷ്മ ലീനയെയും കൂട്ടുകാരായി നിർദ്ദേശിച്ചായി കണ്ടു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു 3 പേര് പരസ്പരം ഇങ്ങനെ എടുത്തു. അതിനെ വിളിക്കുന്നത് ക്ലിക്കുകൾ, ഗ്യാങ്ങുകൾ, ദ്വന്ദ്ങ്ങൾ, താരങ്ങൾ. ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞാൽ ട്വിൻസ്, 2 പേര് പരസ്പരം വരുന്നത്. താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളെ എല്ലാവരും തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ. ഗ്യാങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഒന്നിച്ചിങ്ങനെ ചെയിൻ പോലെ വരുന്നത്. ഇവിടെ ആൻസർ ഏതാ? അപ്പോൾ 3 പേര് വരുന്നതിനെ ക്ലിക്കുകൾ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കൂ. ജയകൃഷ്ണൻ ഒരു നാവികനാണ്, കുമാർ ഒരു ആർക്കിടെക്റ്റാണ്. ഇവരിൽ കാണപ്പെടുന്നത് ഏത് തരം ബഹുമുഖ ബുദ്ധിയാണ്? ആന്തരിക വൈയക്തിക ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, ദൃശ്യസ്ഥലപരമായ ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി. ജയകൃഷ്ണൻ ഒരു നാവികനാണ്, കുമാർ ഒരു ആർക്കിടെക്റ്റാണ്. അങ്ങനെയെങ്കിൽ അവരിൽ കാണുന്ന ബഹുമുഖ ബുദ്ധി എന്ന് പറയുന്നത് ദൃശ്യസ്ഥലപരമായിട്ടുള്ള ബുദ്ധിയാണ്. ദൃശ്യസ്ഥലപരമായിട്ടുള്ള ബുദ്ധിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. ദെൻ ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ച ഉണ്ടാകും എന്നിങ്ങനെയുള്ള കാര്യകാരണങ്ങൾ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണകൾ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസഘട്ടം മൂർത്ത മനോവ്യാപാരഘട്ടം, ഔപചാരിക മനോവ്യാപാരഘട്ടം, പ്രാഗ് മനോവ്യാപാരഘട്ടം, സംവേദക ചാലകഘട്ടം. അപ്പോൾ ഇതിനകത്ത് സംവേദക ചാലകം എന്നൊക്കെ കാണുമ്പോൾ പേരൊന്നും ഡൗട്ട് അടിക്കരുത്. സെൻസറി മോട്ടോർ സ്റ്റേജിൻ്റെ വേറൊരു മലയാളം വേട ഇന്ദ്രിയ ചാലകഘട്ടം തന്നെയാണ് ഈ സംവേദന ചാലകഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ച ഉണ്ടാകുന്നൊക്കെയുള്ള ആ ഒരു രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ വരുന്നത്. ദെൻ പഠിതാവ് തൻ്റെ പഠനത്തെ വിമർശനാത്മകമായി സ്വയം വിലയിരുത്തുന്ന രീതിയാണ് പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനം തന്നെ വിലയിരുത്തൽ, പഠനത്തെ ആന്തരികമായി വിലയിരുത്തൽ. ഏതാണ്? പഠിതാവ് തൻ്റെ പഠനത്തെ വിമർശനാത്മകമായി സ്വയം വിലയിരുത്തുന്നു എന്നുള്ളത് അത് പഠനം തന്നെ വിലയിരുത്തലാണ്. പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനം തന്നെ വിലയിരുത്തൽ. അപ്പോൾ പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ടുള്ള വിലയിരുത്തലാണ്. പഠനത്തെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ പഠിച്ചതൊക്കെ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് വിലയിരുത്താനായിട്ടാണ്. പഠനം തന്നെ വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, പഠനം തന്നെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ എൻ്റെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് എനിക്ക് എന്തുകൊണ്ട് കുറഞ്ഞു, അല്ലെങ്കിൽ ഇത്തവണത്തെ നമ്മുടെ എൻട്രിയുടെ ആപ്പിനകത്ത് നടത്തുന്ന എല്ലാ സമയത്തും മോക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ നടക്കും അല്ലേ, ആ മോക്ക് എക്സാമിലെ മാർക്ക് എനിക്ക് എവിടെ കുറഞ്ഞു, ഏതിനകത്താണ് എൻ്റെ വീക്കായത് എന്ന് ഞാൻ തന്നെ വിലയിരുത്തുവാണെങ്കിൽ
അത് എന്താണ്? പഠനം തന്നെ വിലയിരുത്തലാണ്. ഓപ്ഷൻ സി ആണ്. ഒരു അതീത ചിന്തയുടെ റോള് വരുന്നത്, മെറ്റാ കോഗ്നിഷൻ വരുന്നത് എവിടെയാണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അതും പഠനം തന്നെ വിലയിരുത്തലാണ്. അതീത ചിന്തത, മെറ്റാ കോഗ്നിഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അപ്പം പഠനം തന്നെ വിലയിരുത്തൽ അതിൻ്റെ ആശയം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ഐഡിയ നമുക്ക് മുമ്പോട്ട് വെച്ചത് ഫ്ലേവൽ, കാൾ റോജർ, RB കാറ്റൽ, വില്യം റീച്ച്. ആരാണ്? ഫ്ലേവലാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ദെൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഘട്ട സിദ്ധാന്തം ജീൻ പിയാഷെ, ബോധനോദ്ദേശ വർഗീകരണം ബെഞ്ചമിൻ ബ്ലൂം, സഹവർത്തിത പഠനം വൈഗോസ്കി, വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട്. അപ്പോൾ ഇവിടെ ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പലയിടത്തും പല രീതിയിൽ നിങ്ങൾക്ക് ആൻസർ കാണാൻ പറ്റും റെഫറൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ. പക്ഷേ ആൻസർ കീയിൽ, ഫൈനൽ ആൻസർ കീയിൽ PSC കൊടുത്തിരുന്ന ആൻസർ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട് എന്നുള്ളതാണ് തെറ്റായ ജോഡിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ഘട്ട സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെ പിയാഷയുടെ സ്റ്റേജസിലെ ഘട്ടം, വൈജ്ഞാനിക വികസന ഘട്ടം, ആ സംഭവമാണ് അവിടെ ഉദ്ദേശിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടായിരിക്കും അവരത് ശരിയാണെന്ന് അംഗീകരിച്ച് ചില ആൻസർ കീയിൽ ഇതാണ് ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്, തെറ്റായിട്ടുള്ള സാധനം ഇതാണെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ PSCയുടെ ഫൈനൽ ആൻസർ കീയിൽ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട് എന്നുള്ളത് തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം കാൾ റോജർ എന്നുള്ളവരാണ് അവിടുത്തെ ആൻസറായിട്ട് വരേണ്ടത്. അപ്പോൾ ഇത് തന്നെയായിരിക്കണം ആൻസറായിട്ട് തെറ്റായിട്ടുള്ള ജോഡിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ 2 സെറ്റ് ക്വസ്റ്റ്യൻസ്, 2 പ്രീവിയസ് ഇയർ UP സ്കൂൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 3ാമത്തെ സെറ്റിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. വീണ്ടും ഒരു 20 ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു. സ്വത്ത് സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞനാരാണ്? റോജർ മാസ്ലോ, കോൾബർഗ്, കാൾ യുങ്. എബ്രഹാം മാസ്ലോയുടെ സ്വത്ത് സാക്ഷാത്കാര സിദ്ധാന്തം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിന് 3 തലങ്ങളുണ്ട്. അവയിലൊന്നാണ് ഇത് പ്രവർത്തിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഈഗോ, സൂപ്പർ ഈഗോ ഏതെല്ലാം തത്വങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം വരുന്ന. സുഖേച്ഛയുടെ അടിസ്ഥാനത്തിൽ, നൈതിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, യാഥാർത്ഥ്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇതൊന്നുമല്ല. സുഖേച്ഛയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈഗോയാണ് മറ്റേ നമ്മുടെ നൈതിക ബോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധം എന്ന് പറയുന്നതൊക്കെ പറയുന്നത് ഈഗോ, സൂപ്പർ ഈഗോ. ആ സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓർമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തതേത്? കുട്ടികൾക്ക് വസ്തുക്കൾ ഓർത്തെടുക്കാനും പ്രയോഗിക്കാനും കഴിയുന്നത് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ്. കാണാപ്പാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകൾ സൂക്ഷിക്കുന്നതിന് പര്യാപ്തമാണ്. ആശയങ്ങൾ ശ്രേണീബന്ധമായി ക്രമീകരിക്കുന്ന ഓർമ്മയിൽ നിലനിർത്തുന്നതിന് അനുയോജ്യമാണ്. വൈവിധ്യ പഠനാനുഭവങ്ങൾ ലഭിക്കുന്നത് ദീർഘകാലം ഓർത്തിരിക്കുന്നതിന് സഹായമാണ്. വായിച്ചു വരുമ്പോൾ തന്നെ ആൻസർ കിട്ടണം. വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടും. യോജിക്കാൻ കഴിയാത്തതല്ലേ ചോദിച്ചിരിക്കുന്നത്? അവിടെ ഓപ്ഷൻ ബി യോജിക്കാൻ പറ്റില്ല. കാണാപ്പാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകൾക്ക് സൂക്ഷിക്കുന്നതിന് പര്യാപ്തമാണെന്ന് പറയാൻ പറ്റില്ല. തെറ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പ്രൈമറി ക്ലാസ്സുകളിൽ പഠനം എങ്ങനെയായിരിക്കണം എന്ന ചില പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നത് ഏതാണ്? പഠനോപകരണങ്ങൾ ഉപയോഗിച്ച് വിശദീകരിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് ഉള്ളടക്കം ലഭിക്കുന്നതിനായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത്. അതേപോലെ തന്നെ എല്ലാ യൂണിറ്റുകളും പൂർണ്ണമാക്കുന്നതിനായിരിക്കണം പ്രധാന പരിഗണന. കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തയ്ക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകണം. ഇവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ഓപ്ഷൻ ഡി. കുട്ടികളുടെ അന്വേഷണത്തിനും ചിന്തകൾക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകണം. അടുത്ത ചോദ്യം നോക്കൂ. സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞനാരാണ്? സാമൂഹിക പഠനം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു പരീക്ഷണമൊക്കെ ഉണ്ട്. അതിൽ സാമൂഹിക പഠനം EL തോണ്ടൈക്ക്, വൈഗോസ്കി, ആൽബർട്ട് ബന്ദൂര, BF സ്കിന്നർ. ആൽബർട്ട് ബന്ദൂരയെ മറക്കരുത്. അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളും മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. എറിക് എറിക്സന്റെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധത വസ് കുറ്റബോധം, ഇനീഷ്യേറ്റീവ് ഗിൽറ്റ്. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഏതാണ്? തടസ്സം നിൽക്കുന്നത് കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ. കുട്ടിയുടെ അന്വേഷണത്വരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നൽകണം. ചെറിയ വിജയങ്ങളായാലും അംഗീകരിക്കണം. അതേപോലെ തന്നെ കൂട്ടായ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയം ഇരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകണം. ഇത് കുട്ടികൾ കൂട്ടമായി പഠിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം. ആ രീതിയിലുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ കിട്ടണം. അതായത് ഒരുപാട് സമയം ക്ലാസ്സുകളിൽ തന്നെ ഇരുത്തി പ്രവർത്തനം നൽകുക എന്നുള്ളത് നല്ലൊരു പോയിൻ്റാണോ? അല്ല. അപ്പോൾ അത് തന്നെയാണ് അവിടുത്തെ ആൻസറായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യം. കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നത് പിയാഷെ ഉപയോഗിക്കുന്ന പദം ഏതാണ്? സ്വാംശീകരണം, സംസ്ഥാപനം, അനുരൂപീകരണം, സംയോജനം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ അതിൻ്റെ മറ്റേ ടോപ്പിക്ക് നമുക്ക് ഇതിനു മുമ്പത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യനകത്ത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ പിയാഷെ ഇല്ലാണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇത് സ്വാംശീകരണമായിരുന്നു. നേരത്തെ കണ്ട സംസ്ഥാപനമായിരുന്നു. സ്വാംശീകരണവും സംസ്ഥാപനവും അതുപോലെ തന്നെ സന്തുലീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. സ്കീമ എന്ന് പറയുന്ന ആശയം ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതാണ്. നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. നിങ്ങൾ ക്ലാസ് PTA യോഗം നടത്തുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പരിഗണന നൽകുന്നത് എന്തിനായിരിക്കും? അപ്പോൾ ഇതെല്ലാവർക്കും കൺഫ്യൂഷൻ അടിച്ചൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ആൻസർ കീ PSCയുടെ ആൻസർ കീ വെച്ചിട്ട് തന്നെയാണ് ഫൈനൽ ആൻസർ പറയാൻ പോകുന്നത്. കുട്ടിയുടെ പഠനകാര്യങ്ങളിൽ രക്ഷിതാക്കൾക്ക് എങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയുമെന്ന് ക്ലാസ് നൽകും.
കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കും. അതേപോലെ യോഗം വിളിക്കുമ്പോൾ രക്ഷിതാക്കളുടെ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകും, സൗകര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും. രക്ഷിതാക്കളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഒരുക്കും. ഇതിൻ്റെ ആൻസറായിട്ട് വന്നിരിക്കുന്നത് കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കും എന്നുള്ളതാണ്. കാരണം ഏറ്റവും കുറഞ്ഞ പരിഗണന നൽകുന്നത്, ബാക്കിയെല്ലാം നോക്കിയിട്ട് ഇതിലേക്ക് വരേണ്ട, അതല്ല നമ്മുടെ പ്രാധാന്യം. ബാക്കി മറ്റ് 3 നോക്കുമ്പോഴത്തേക്കും ഇതിനല്ല പ്രാധാന്യം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ആൻസറായിട്ട് അത് ഇട്ടിരിക്കുന്നത്. ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റൻ ആയിരുന്നു, പലരും തെറ്റിച്ച ക്വസ്റ്റനാണ്. പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ചത് ലൂയി ടെർമാൻ, ഹെൻറി ഗൊഡാർഡ്, ആൽഫ്രഡ് ബിനെ, ഫ്രാൻസിസ് ഗാൾട്ടൺ. അപ്പോൾ ബുദ്ധിമാപനം, IQ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ആൽഫ്രഡ് ബിനെ വളരെ പ്രശസ്തനായിട്ടുള്ള, വളരെ പ്രമുഖനായിട്ടുള്ള ഒരാൾ, എത്രയോ തവണ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആൽഫ്രഡ് ബിനെയാണ്, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. ഫലപ്രദമായ പഠനത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്കൂൾ അന്തരീക്ഷം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്കൂൾ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം പരിഗണിക്കേണ്ട ഘടകം ഏതാണ്? പഠനം ആഹ്ലാദകരമായ അനുഭവം ആക്കി മാറ്റുന്നതിനുള്ള ആസൂത്രണം, പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം ലഭിക്കുന്നു, കുട്ടികളോട് അനുതാപവും വ്യക്തിബന്ധവും സൂക്ഷിക്കുന്ന അധ്യാപകർ, കുട്ടികളുടെ ക്ഷേമത്തോടൊപ്പം അധ്യാപകരുടെ ക്ഷേമവും പരിഗണിക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ നോക്കുന്നത് ഏതായിരിക്കും? ഇത് തന്നെയായിരിക്കും അല്ലേ, കുട്ടികളുടെ ക്ഷേമത്തോടൊപ്പം അധ്യാപകരുടെ ക്ഷേമവും പരിഗണിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും തരേണ്ടതായിട്ടില്ല. അടുത്ത നോക്കും, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ആ മനുഷ്യൻ്റെ പേര് എത്രയോ തവണ ആവർത്തിച്ച് വരുന്നു, അദ്ദേഹത്തിൻ്റെ ആ തിയറിക്കകത്ത് എത്രയോ ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ഇടാൻ സ്കോപ്പുള്ള ഒന്നാണ് നമുക്ക് ഹോവാർഡ് ഗാർട്ട്നറുടെ ബഹുമുഖ ബുദ്ധി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി. അതിലെ ഏത് ബുദ്ധിയെക്കുറിച്ച് വേണമെങ്കിലും ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ആശയരൂപീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തതേത്? ആശയരൂപീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തതേത്? അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്ന ആശയരൂപീകരണത്തിന് തടസ്സം സൃഷ്ടിക്കും. നൽകുന്ന ആശയങ്ങൾ വ്യക്തവും മൂർത്തവുമായ ഉദാഹരണങ്ങളോട് കൂടിയതായിരിക്കണം. ഇത് ഒന്നും സംശയിക്കേണ്ട കാര്യമുള്ളത്. ദെൻ പഠിച്ച ആശയങ്ങൾ പുതിയ സാഹചര്യത്തിൽ പ്രയോഗിക്കാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കണം. അതും വേണ്ട പരിപാടി തന്നെയാണ്. പുതിയ ആശയങ്ങളെ കുട്ടികൾക്ക് അറിയാവുന്ന സമാനമായ മുൻ ആശയവുമായിട്ട് ആവശ്യമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയണം. അതും ശരിയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഒന്നാമത്തതാണ് അല്ലേ. അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്ന ആശയരൂപീകരണത്തിൽ തടസ്സം സൃഷ്ടിക്കുമെന്നുള്ളതാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത്. ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണെന്ന് വേണേൽ പറയാം, പക്ഷേ തെറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. ബാക്കിയെല്ലാം അവിടെ അല്ലാതെ വരുന്നതുകൊണ്ട് ഇതേ നമുക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണ് എന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞരാണ്. ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 100 വയസ്സുകൾക്ക് മുകളിലെത്തിയ ഫേമസ് ആയിട്ടുള്ള ഭാഷാശാസ്ത്രജ്ഞൻ. ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ്, LAD, യൂണിവേഴ്സൽ ഗ്രാമർ, ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ നമുക്ക് നൽകിയ നോം ചോംസ്കി, ഓപ്ഷൻ സി എത്രയോ തവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. മനുഷ്യ മസ്തിഷ്കത്തിൽ തന്നെ ഭാഷ സ്വായത്തമാക്കാനുള്ള ജന്മനാ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് അദ്ദേഹം വിളിച്ചത്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. വിമർശനാത്മക ചിന്തയുമായി പൊരുത്തപ്പെടാത്തതേത്? ശരിയുത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക, കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉയർന്ന പരിഗണന നൽകുക, കുട്ടികളുടെ പ്രതികരണങ്ങൾക്ക് വിശദീകരണം ആവശ്യപ്പെടുക, കുട്ടികളുടെ ബുദ്ധിപരമായ ജിജ്ഞാസയെ പ്രോത്സാഹിപ്പിക്കുക. വിമർശനാത്മക ചിന്തയുമായിട്ട് പൊരുത്തപ്പെടാതെ നിൽക്കുന്ന ശരി ഉത്തരങ്ങളിലേക്ക് കുട്ടിയെ നയിക്കുക എന്നുള്ളതാണ്. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ, വിമർശനാത്മക ചിന്ത, ഇതൊക്കെ ഒരേ തൂവൽ പക്ഷികളെ പോലെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ചോദ്യങ്ങൾ ജനറലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അനുയോജ്യമല്ലാത്ത കൈത്താങ്, സ്കഫോൾഡിങ്. ഇപ്പോൾ സ്കഫോൾഡിങ്, കൈത്താങ് അല്ലേ, കുട്ടിയെ കൈപിടിച്ച് മുകളിലേക്ക് കയറ്റാൻ പോസിറ്റീവായിട്ട് കൊടുക്കാവുന്നത്. സൂചനകൾ നൽകി സഹായിക്കാം, ഓക്കെ. സ്വയം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകാം, ഓക്കെ. ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളിലൂടെ നിർദ്ദേശങ്ങളിലൂടെയും സ്വയം ആശയം രൂപീകരിക്കുന്നതിന് സഹായിക്കും, ശരി. കുട്ടികൾക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് നന്നാകുമോ? ഇല്ല, അത് തെറ്റായിട്ടുള്ളൊരു രീതിയായിരിക്കും കൈത്താങ്ങിനെ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് നമുക്കവിടെ എടുക്കാനായിട്ട് സാധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, പാഠ്യപദ്ധതി ചാക്രികാരോഹണ രീതി ആകണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനാരാണ്? ചാക്രികാരോഹണ രീതി, സ്പൈറൽ രീതി എത്രയോ തവണ ആവർത്തിച്ച് LP UP ചോദ്യ പേപ്പറുകൾ കാണാൻ പറ്റും. UPയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ എത്രയോ തവണ അത് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ജെറോം എസ് ബ്രൂണറുടെ ചാക്രികാരോഹണ രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. കുട്ടികളിൽ നൈതികത രൂപപ്പെടുത്തുന്നതിന് നിങ്ങൾ തീരെ പരിഗണിക്കാൻ ഇടയില്ലാത്തത്? നിയമങ്ങൾ ലംഘിക്കുന്ന കുട്ടികളെ മറ്റു കുട്ടികളെ കളിയാക്കുന്ന കുട്ടികൾക്കൊക്കെ ലഘുവായിട്ടുള്ള ശിക്ഷ കൊടുക്കും. ഓരോ കുട്ടിക്കും മികച്ച പരിഗണന നൽകും. കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കും. സഹപ്രവർത്തകരോടും കുട്ടികളോടും പരസ്പര ബഹുമാനത്തോടെ ഇടപെടും. നൈതികത രൂപപ്പെടുത്തുന്നതിന് നിങ്ങൾ തീരെ പരിഗണിക്കാത്തത്? കുട്ടികളുടെ നൈതികത രൂപപ്പെടുത്തുന്നതിന് ഒരെണ്ണേ ഉള്ളൂ അതിനകത്ത് തള്ളിക്കളയാൻ പറ്റുന്നത്. അത് ഓപ്ഷൻ എ തന്നെയാണ്. നിയമങ്ങൾ ലംഘിക്കുന്ന അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കളിയാക്കുന്ന കുട്ടിക്ക് ലഘുവായ ശിക്ഷ എന്ന് പറയുന്നൊരു നല്ല രീതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതാണ് അവിടെ എടുത്ത് കളയാൻ പറ്റുന്ന സാധനം.
ദെൻ 18ാമത്തെ ചോദ്യം, ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ 18ാമത്തെ ചോദ്യം ഏതായിരുന്നു നോക്കിയേ. അതായത് ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രവുമായാണ്. ഭാഷാ വികാസത്തെക്കുറിച്ച് ഈ കണ്ടെത്തലുകൾ ആരുടേതാണ്? പിയാഷെ, ഹാൻസ്ഫോർത്ത്, ഷാഫർ, വൈഗോസ്കി. ഓപ്ഷനിൽ നോം ചോംസ്കി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഭാഷ എന്ന് കാണുമ്പോൾ നോം ചോംസ്കിനെ എഴുതി വയ്ക്കും. ഇവിടെ ആരാണത്? വൈഗോസ്കിയാണ് കേട്ടോ, വൈഗോസ്കിയാണ്. ഓപ്ഷൻ ഡി ആണ് ഈ ആശയം വൈഗോസ്കിയുടെയാണ്. അപ്പം ചോംസ്കി മാത്രമല്ല, ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള ആശയങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കണം. സമായോജന തന്ത്രങ്ങളിൽ ഒന്നാണ് പ്രക്ഷേപണം. പ്രക്ഷേപണവുമായി യോജിക്കുന്ന ഏതാണ്? പ്രക്ഷേപണം, പ്രൊജക്ഷൻ. പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ ഏതാ? പീഡാനുഭവങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളുന്നത് അല്ല, ദമനമാണത്. സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റ് കാരണങ്ങൾ കണ്ടെത്തുന്നത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന മനോഭാവം, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന രീതി. എന്തായാലും റാഷണലൈസേഷനാണ്, കിട്ടാത്ത മുന്തിരി പുളിക്കും. ഇത് രണ്ടും പലരും ഡൗട്ടോടുകൂടി കണ്ട ഒന്നാണ്. ഈ ക്വസ്റ്റ്യനും ഡൗട്ടോടുകൂടി കണ്ട ഒന്ന് ക്വസ്റ്റ്യനാണ്. പക്ഷേ ആൻസറായിട്ട് നമുക്കവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ആൻസർ കീലും അത് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ എന്നുള്ള രീതിയിൽ അത് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റ് കാരണങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നതും റാഷണലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും വരുന്നത് അല്ലേ. റാഷണലൈസേഷൻ അല്ലേ, യുക്തീകരിക്കുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. പ്രക്ഷേപണത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാളിൽ ആരോപിക്കുകയാണ്, ഒരു വ്യക്തിയിൽ ആരോപിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ ആരോപിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രക്ഷേപണം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുക. പക്ഷേ ആൻസർ കീയിൽ ഇത് തന്നെയായിരുന്നു ആൻസർ. അപ്പോൾ അവിടെ പലരും അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയോട് എന്നുള്ള ആ ഒരു സംഭവം ആൻസറായിട്ട് എഴുതിയിട്ടുണ്ട്, കാരണം അമ്മയിൽ ആരോപിക്കുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ അതും നമുക്ക് അതിങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങാടി തോറ്റൽ അമ്മയോട് എന്ന് പറയുന്നത് നമുക്ക് എവിടെ ഉണ്ടായ പരാജയം വേറൊരിടത്ത് തീർക്കുന്നു എന്നുള്ളതാണ് ആ മലയാള ശൈലിയുടെ അർത്ഥം വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ആദേശം ചെയ്യൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഭാര്യയോടുള്ള ദേഷ്യം പഠിപ്പിക്കുന്ന കുട്ടികളോട് തീർക്കുക, അല്ലെങ്കിൽ വർക്ക് സ്ഥലത്തെ പ്രഷർ വന്നിട്ട് വീട്ടിൽ വന്ന് ഭാര്യയോട് തീർക്കുക. ഇതൊക്കെയായിരുന്നു അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ഫാക്റ്റ് ആണത്. പക്ഷേ ആൻസർ കീക്ക് അനുസരിച്ച് നമുക്ക് ഇന്ന് ഫോളോ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഓപ്ഷൻ ബി ആയിരുന്നു അവർ ശരിയായിട്ടുള്ള ആൻസറായിട്ട് അവിടെ കൊടുത്തിരുന്നത്. പക്ഷേ അതൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഏതുതരം വിലയിരുത്തലാണ് അതീത ചിന്തയുടെ സാധ്യതകൾ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഏരിയ ആണെന്ന് പറഞ്ഞില്ലേ. പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനത്തിൻ്റെ വിലയിരുത്തൽ തന്നെ പഠനം, ഇതൊന്നുമല്ല. ഏതുതരം വിലയിരുത്തലാണ് അതീത ചിന്ത? മെറ്റാകോഗ്നിഷൻ, വിലയിരുത്തൽ തന്നെ പഠനം. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ വീണ്ടും 20 സെറ്റ് ക്വസ്റ്റ്യൻസ് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 3 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഇതാ മൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരുന്നുണ്ടെന്ന് കാണാൻ പറ്റുമല്ലോ. ഈ ചോദ്യങ്ങളെല്ലാം ഇതേപടി ചോദിക്കുമെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ഈ ചോദ്യങ്ങൾ ചോദിച്ച മേഖലകളെ സമഗ്രമായി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്, അതിനകത്തേക്ക് ആഴത്തിലിറങ്ങി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനി വരുന്ന LP UP ക്വസ്റ്റ്യൻ പേപ്പറുകളിലും അവൈലബിൾ ആകും എന്നുള്ളതാണ്. ഇതേപോലെ LPയുടെ ക്വസ്റ്റ്യൻ പേപ്പറോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയമാണ്. നേരെ പോയിട്ട് എന്ത് ചെയ്യാം, പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ളതാണ് കോൺഫറൻസിൽ. സോ റിവൈൻഡ് ചെയ്യുക ഈ ടോപ്പിക്കുകളൊക്കെ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൂടെയാണ് വീണ്ടും നമ്മൾ ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് കാണുന്നത് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത സെറ്റ് ക്വസ്റ്റ്യനിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കുട്ടികൾ സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിന് അനുയോജ്യമായ സമീപനം ഏതാണ്? മാതൃക കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിക്കുന്നു, വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ ആവശ്യപ്പെടുന്നു, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു, അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. അവിടെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സർഗാത്മകതയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആ സമീപനം എന്ന് പറയുന്നത്. അടുത്തത് പിയാഷയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ജീവനുള്ളതുപോലെ ഗുണങ്ങളുണ്ട് എന്ന് പറയുന്ന എന്താ അത്? അതിന് പേരെന്താ? ആനിമിസം, സചേതന ചിന്ത എന്ന് പറയുന്ന ആശയമാണ്. അത് ഏത് ഘട്ടത്തിലാണ്? അമൂർത്ത ചിന്തന ഘട്ടത്തിലാണോ, ഇന്ദ്രിയജാല ഘട്ടത്തിലാണോ, പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണോ, മൂർത്ത ചിന്തന ഘട്ടത്തിലാണോ, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ഏതിനാണ്? തീർച്ചയായിട്ടും അത് പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണ്. ഓപ്ഷൻ സിയിലാണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിയാഷയുടെ ഘട്ടങ്ങൾ. അതിൽ ഓരോ പ്രത്യേകതകളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. ആനിമിസം, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് പെർമനൻസ്, അതേപോലെ തന്നെ നമ്മളുടെ സെൻട്രേഷൻ, റിവേഴ്സിബിലിറ്റി, ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്നതാണ്. പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയർത്താൻ സഹായിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാരാണ്? വൈഗോസ്കി, പിയാഷെ, തോൺടൈക്ക്, കോഹ്ലർ. പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയർത്താൻ സഹായിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ്റെ പേര് നമ്മുടെ സ്വന്തം ആരാണ്? നമ്മുടെ സ്വന്തം വൈഗോസ്കിയാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് തന്നെയല്ലേ. ZPD എത്രയോ തവണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് വന്നു അല്ലേ. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, കൈത്താങ് കൊടുത്തുകൊണ്ട് ഉയർത്താവുന്ന കേസ്, അത് തന്നെയാണ് അവിടെ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. അടുത്ത ചോദ്യം നോക്കൂ. വിവർജന ചിന്തനം, ഡൈവേർജൻ തിങ്കിങ്
ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏതാണ്? ട്രയാർക്കിക് സിദ്ധാന്തം, ദ്വിഘടക സിദ്ധാന്തം, ത്രിമുഖ സിദ്ധാന്തം, പ്രാഥമിക ബുദ്ധിക്ഷമതാ സിദ്ധാന്തം. ഇമ്പോർട്ടൻ്റ് ആണ്. ത്രിമുഖ സിദ്ധാന്തമാണ്. ത്രിമുഖ സിദ്ധാന്തം സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് മോഡലാണ്. ത്രിമുഖ സിദ്ധാന്തം 3 ഡയമെൻഷൻസ് ഉണ്ട് എന്ന് പറയുന്നു. അത് ഏതൊക്കെയാണ്? ഉള്ളടക്കം, ഉൽപ്പന്നങ്ങൾ, മാനസിക പ്രക്രിയകൾ. അതിൽ ഉള്ളടക്കത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടന്റ്, നിങ്ങളൊരു കാര്യത്തെ മനസ്സിലാക്കാൻ എടുക്കുമ്പോൾ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കണം. ആ ഉള്ളടക്കത്തിനകത്ത് വിഷ്വലായിട്ടോ ഓഡിറ്ററി ആയിട്ടോ സിംബോളിക് ആയിട്ടോ സെമൻറ്റിക് ആയിട്ടോ ബിഹേവിയറൽ ആയിട്ടോ നിങ്ങൾക്കതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കാര്യത്തെ മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തിലേക്ക് അല്ലെങ്കിൽ മാനസിക ഉൽപ്പന്നത്തിലേക്ക്, പ്രോഡക്റ്റിലേക്ക് നിങ്ങൾ ചെല്ലുന്നു. അത് യൂണിറ്റോ ക്ലാസ്സോ റിലേഷൻസോ സിസ്റ്റംസോ ട്രാൻസ്ഫോർമേഷൻസോ ഇംപ്ലിക്കേഷൻസോ ആവാം. അതിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് ഈ ഉൽപ്പന്നങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ മാനസിക പ്രക്രിയകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ചോദ്യം ചോദിച്ചു, നിങ്ങൾക്കൊരു ഉള്ളടക്കം കിട്ടി, അതിനകത്തൊരു മാനസിക പ്രക്രിയകളിലൂടെ കടന്നു പോയിട്ട് നിങ്ങൾക്കൊരു ഉൽപ്പന്നത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇവാലുവേഷൻ, കൺവേർജൻ തിങ്കിങ്, ഡൈവേർജൻ തിങ്കിങ്, മെമ്മറി, കൊഗ്നിഷൻ. അപ്പോൾ അതിൽ അകത്തെ ഒരു സാധനം ഇവിടെ എടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? ഈ ക്വസ്റ്റ്യനകത്ത് ഡൈവേർജൻ തിങ്കിങ്, വിവർജന ചിന്തനം, ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്ത് കാണിച്ച ബുദ്ധി സിദ്ധാന്തം ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. അവിടെ അകത്തുനിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. അത് ഈ പറയുന്ന ത്രിമുഖ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് പഠിക്കുന്ന 3 ഘടകങ്ങൾ അല്ലെങ്കിൽ 3 ഘട്ടങ്ങളിലെ ഏതോ ഒരു ഘട്ടത്തിനകത്ത് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന മാനസിക പ്രക്രിയയ്ക്ക് അകത്തുനിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിലേത് വേണമെങ്കിലും ചോദിക്കാം. എന്നിട്ട് ഏത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാം. ഉള്ളടക്കത്തിൽ പെടുന്നത് ഏത്, ഉൽപ്പന്നത്തിൽ പെടുന്നത്, മാനസിക പ്രക്രിയയിൽ പെടുന്നത്, പെടാത്തത് ഏത്, അങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം അവിടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഏതെല്ലാം തിയറികൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഇത്രയേറെ ക്വസ്റ്റ്യനുകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇത് കേട്ടിട്ട് വെറുതെ പോവല്ല, പഠിച്ച് കഴിഞ്ഞവരാണെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുക ടോപ്പിക്കുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. അതിനകത്തുനിന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് തിയറിക്ക് അകത്തേക്ക് കയറി പഠിക്കേണ്ട ഒരു സമയം കൂടിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീണ്ടും മറന്നു പോയിട്ടുണ്ടെങ്കിൽ റിവൈൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഏതാണ്? ഇവിടെ മാനസിക പ്രക്രിയകളുടെ ഉപവിഭാഗങ്ങളുടെ മലയാളം പേര് തന്നിട്ടുണ്ട്. വൈജ്ഞാനികം, ഓർമ്മ, വിവർജന ചിന്തനം, സംവർജന ചിന്തനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏതു മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ള സൂചനയാണ് അഭിക്ഷമത, താല്പര്യം, ഉപലബ്ധി, മനോഭാവം. ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, അച്ചീവ്മെൻറ്റ്, ആറ്റിറ്റ്യൂഡ്. ഇതിലേതാണ് ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ കഴിയുമെന്ന് പറയുന്നത് ഏതാണ്? അത് അഭിക്ഷമതയാണ്, അഥവാ ആപ്റ്റിറ്റ്യൂഡാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കുട്ടികളിൽ ഉണ്ടാവുന്ന ഭയം ഇല്ലാതാക്കാൻ ഏത് മാർഗമാണ് അപലക്ഷണീയം? കുട്ടിയെ പരിഹസിക്കുക, പേടി ഉണ്ടാകുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ അവസരം നൽകുക, ഇത്തരം ഭയങ്ങളെ അവഗണിക്കുക, ധൈര്യവാനായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഉപദേശിക്കുക. വളരെ സിമ്പിളല്ലേ, വളരെ ജനറലായിട്ട് നിങ്ങൾക്ക് ലോജിക്കലി ചിന്തിച്ചാൽ ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ അല്ലേ. പേടി ഉണ്ടാകുന്ന വസ്തുക്കളുമായിട്ട് സാവകാശത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെടാനായിട്ട് അവസരം നൽകുന്നതിലൂടെ നമുക്കത് ശരിയാക്കാം. ഫ്രോയിഡിയൻ വീക്ഷണം അനുസരിച്ച് അക്ഷരപ്പിഴവുകൾക്കും നാക്കുപിഴകൾക്കും കാരണം ഫ്രോയിഡിൻ്റെ തിയറി പഠിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഡിഫൻസ് മെക്കാനിസത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് ദമനം പിന്നീട് നാക്കുപിഴകൾക്കും അക്ഷര തെറ്റുകൾക്കും ഒക്കെ കാരണമാകാം എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ പശ്ചാത്ഗമനം അല്ലെങ്കിൽ റിഗ്രഷൻ അല്ല, പ്രതിപൂർത്തീകരിക്കൽ അല്ലെങ്കിൽ കോമ്പൻസേഷൻ അല്ല, താതാത്മീകരണമല്ല, ദമനമാണ് അഥവാ റിപ്രഷനാണ്. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ മോശമായ ചിന്തകളെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായ വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടിച്ചമർത്തി തള്ളിക്കളയുകയാണെങ്കിൽ, അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാതെ നമ്മൾ ഉള്ളിലേക്ക് തള്ളിക്കളയുകയാണെങ്കിൽ അത് പിന്നീട് നമുക്ക് മാനസിക പ്രശ്നങ്ങളിലേക്കും നമ്മുടെ ബിഹേവിയറൽ പ്രശ്നങ്ങളിലേക്കൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള ദമനം എന്ന് പറയുന്ന ആശയത്തിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. തരംതിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏത് ഘടകത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്നു? അപ്പോൾ ബഹുമുഖ ബുദ്ധി ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റും. ഇതിനിടയ്ക്ക് എത്രയോ തവണ ആവർത്തിച്ച് വന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, വീണ്ടും പഠിച്ചോണം. അപ്പോൾ തരംതിരിക്കൽ പ്രകൃതിപരമായ ബുദ്ധിയാണോ? അല്ല. ഭാഷാപരമായ ബുദ്ധിയാണോ? അല്ല. ശാരീരികപരമായ ബുദ്ധിയാണോ? അല്ല. പിന്നെ ഏതാ? ഗണിതപരവും യുക്തിചിന്താപരവുമായിട്ടുള്ള ബുദ്ധിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചതിൽ പ്രധാനി ശരീരദ്രവങ്ങൾ. ഇത് അങ്ങനെ അധികം ശ്രദ്ധിക്കാതെ പോയതാണ്. പലരും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ശ്രദ്ധിക്കാതെ പോയൊന്നായിരുന്നു. ശരീരദ്രവങ്ങളെ അതുപോലെ ശരീരത്തിൻ്റെ ഷേപ്പിനെയൊക്കെ വെച്ചിട്ട് ആദ്യകാലങ്ങളിൽ വ്യക്തിത്വത്തെ പഠിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൽ ശരീരരസങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് പ്രധാനമായിട്ടും ഹിപ്പോക്രാറ്റസ് ആണ്. അദ്ദേഹം മഞ്ഞപ്പിത്തരസം, കറുത്ത പിത്തരസം, അതുപോലെ രക്തം, ഇതിൻ്റെയൊക്കെ ഇങ്ങനത്തെ ശരീരദ്രവങ്ങളുടെ കൂടുതൽ ഏതാണ് അതിനനുസരിച്ചാണ് വ്യക്തിത്വം ഉണ്ടാകുന്നതൊക്കെ പറഞ്ഞ് ഹിപ്പോക്രാറ്റസ് ഒരു ആശയം വെച്ചിരുന്നു. പിന്നീട് അത് തള്ളിപ്പോയ കേസാണ്. പണ്ടത്തെ ആളാണ് ഹിപ്പോക്രാറ്റസ്. പിന്നീട് അതിനെ സപ്പോർട്ടൊന്നും വന്നിട്ടില്ല വലിയ കാര്യമായിട്ട്. പക്ഷേ ഹിപ്പോക്രാറ്റസ് ആണ് അത് ചെയ്തതെന്നും അതിനകത്ത് വർഗീകരണങ്ങൾ ഇതൊക്കെ ആയിരുന്നു എന്നും നോക്കി വെച്ചോ. കാരണം ആ വർഷം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ്. ഇനി
ഷെൽഡൻ, ക്രാഷ്മർ, സ്പ്രാങ്ങർ ഒക്കെ വരുമ്പോൾ ഷെൽഡൻ്റെ എക്ടോമോർഫിക്, എൻഡോമോർഫിക് ആ സംഭവങ്ങൾ വണ്ണം കൂടി മെലിഞ്ഞ് മീഡിയമായിട്ടൊക്കെ ഇരിക്കുന്നത്, അതിനെ വെച്ചിട്ടുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കാവുന്ന ഏരിയയാണ്. ക്ലാസ് ചുമരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ളപൂശി മനോഹരമാക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു. പിന്നീട് ഒരിക്കലും അവർ ചുമരുകൾ വൃത്തികേടാക്കിയില്ലെന്ന് മാത്രമല്ല വൃത്തികേടാക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഏത് സമായോജന തന്ത്രമാണ് അധ്യാപിക ഉപയോഗിച്ചത്? ദമനം, പ്രൊജക്ഷൻ, യുക്തീകരണം, ഉദാത്തീകരണം. എത്രയോ ആവർത്തിച്ച് ചോദിക്കുന്നു അല്ലേ? ഡിഫൻസ് മെക്കാനിസം ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഉദാത്തീകരണമാണ്, സബ്ലിമേഷനാണ്. അതായത് അവർ ചെയ്ത തെറ്റായിട്ടുള്ളൊരു സാധനത്തെ പിന്നീട് സാമൂഹ്യ അംഗീകാരം കിട്ടുന്ന രീതിയിൽ നല്ലൊരു സാധനത്തിലേക്ക് മാറ്റി ചെയ്യുന്നു. അതുകൊണ്ട് ബാക്കിയൊന്നും അവിടെ വരില്ല, റിപ്രഷൻ വരില്ല, പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം വരില്ല, യുക്തീകരണവും വരില്ല. പിന്നെ ഏതേ ഉള്ളൂ? ഉദാത്തീകരണം മാത്രമേ ഇവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസറായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അടുത്ത ചോദ്യം, ചോദ്യത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിൻ്റെ ആവർത്തി കൂട്ടുന്നുവെങ്കിൽ അത് ധനപ്രബലനം, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ശിക്ഷ, പണിഷ്മെൻറ്റ്, രണപ്രബലനം, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇതൊന്നുമല്ല. ചോദ്യത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിൻ്റെ ആവർത്തി കൂട്ടുന്നുവെങ്കിൽ അതിനെ നമുക്ക് ധനപ്രബലനം, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വിളിക്കാം. ധനപ്രബലനം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. 14ാമത്തെ ചോദ്യം, അഹവും ആദർശാത്മകവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിൻ്റെ വൈകല്യങ്ങൾക്ക് കാരണമെന്ന് സിദ്ധാന്തിച്ചത്. അഹം, ആദർശാത്മക അഹം, യുങ്ങാണോ, റോജറാണോ, മാസ്ലോ ആണോ, കാറ്റലാണോ? ആരായിരുന്നു? കാൾ റോജർ ആണ്. കാൾ റോജർ. ഇതിനു മുമ്പ് ഈ ചോദ്യം നമ്മൾ കണ്ടില്ലേ? UP സ്കൂൾ അസിസ്റ്റൻ്റ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആവർത്തിച്ച് വരുന്ന ഒരു തിയറി ആയിട്ട് നമുക്കത് കാണാനും സാധിക്കും. അതിനകത്തേക്ക് ഇറങ്ങി പഠിച്ചോണം. കണ്ടെത്തൽ പഠനം താഴെ പറയുന്നതിൽ ആരുടെ സംഭാവനയാണ്? ആ മനുഷ്യൻ്റെ പേര് എത്രയോ തവണ ആവർത്തിച്ച് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇതിനോടകം കണ്ടു. ആൽപോർട്ടാണോ, പിയാഷയാണോ, ബ്രൂണറാണോ, ആൽബർട്ട് ബെന്തൂരയാണോ? കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗ്, ബ്രൂണർ. ചാക്രികാരോഹണം, ബ്രൂണർ. എത്രയോ തവണ ആവർത്തിച്ച് കണ്ടു. അടുത്ത ചോദ്യം നോക്കാം. കൂട്ടത്തിൽപ്പെടാത്തത് വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം, സഹവർത്തിത പഠനം, സ്കഫോൾഡിംഗ്, നിരീക്ഷണ പഠനം. അപ്പോൾ ഇവിടെ വൈഗോസ്കിയുടെ ആശയമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. അതിൽ വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം ZPD വൈഗോസ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സഹവർത്തിത പഠനവും സ്കഫോൾഡിങ്ങും ഒക്കെ വൈഗോസ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ആൽബർട്ട് ബെന്തൂര പറഞ്ഞ നിരീക്ഷണ പഠനം എങ്ങനെ വൈഗോസ്കിക്കൊപ്പം വരും? അതുകൊണ്ട് അയാളാണ് അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പരിക്രമീകൃത ബോധനം, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? DLDൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അതേപടി ഈ പോയിന്റ് കിടപ്പുണ്ട്. സംബന്ധവാദം, ഒപ്പാരൻ കണ്ടീഷനിങ്, അനുബന്ധനം, സൂചനാ പഠനം. ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? സ്കിന്നറുടെ ഒപ്പാരൻ കണ്ടീഷനിങ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അതുപോലെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ടുള്ള ലേണിംഗ് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഈ തിയറിയുടെ ഭാഗമായിട്ടാണെന്ന് DLDൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. സ്കിന്നറുടെ ഒപ്പാരൻ കണ്ടീഷനിങ് പഠിച്ചു, അതിനകത്ത് ചോദ്യം വരും. പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ച് ജസ്റ്റാൾ മനഃശാസ്ത്രമാണ്, സാമൂഹ്യാന നിർമ്മിതിവാദമാണ്, ബിഹേവിയറിസമാണ്, കൊഗ്നിറ്റീവ് ബിഹേവിയറിസമാണ്. ആവർത്തനം. ഇതിനു മുമ്പ് പ്രീവിയസ് UP സ്കൂളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ അതേപടി ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നു. അത് ജസ്റ്റാർട്ട് മനഃശാസ്ത്രം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം MA/CA × 100. ഇത് രണ്ടും സെയിം ആയാൽ പിന്നെയോ 100 തന്നെ വരും. ഇതിനകത്ത് കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുകയാണെങ്കിൽ, കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടി താഴെ കൂടുതൽ വന്നാൽ എന്താവും? ഇവിടെ IQൻ്റെ വാല്യൂ കുറയും. ഓർത്തിരുന്നോ? നേരെ തിരിച്ചാണെങ്കിൽ കൂടും. രണ്ടും തുല്യമായിട്ടാണ് വരുന്നതെങ്കിൽ 100 തന്നെ വരും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഓർത്തിരുന്നോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത് ക്ഷണികത, ചഞ്ചലത, തീവ്രത, സ്ഥിരത. കുട്ടികളുടെ സവിശേഷത അവരുടെ വികാരങ്ങളിൽ അത് ക്ഷണികമാണ്, ചഞ്ചലമാണ്, തീവ്രമാണ്, പക്ഷേ സ്ഥിരമല്ല. ഓപ്ഷൻ ഡി ആണ്. സ്ഥിരമായിട്ട് വരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ അടുത്ത ചോദ്യം, അപ്പോൾ 4 സെറ്റ് ചോദ്യങ്ങളിലൂടെ നമ്മളിപ്പോൾ കടന്നു പോയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു സെറ്റിലേക്ക് പോകണം അല്ലേ? അടുത്ത സെറ്റ് 20 ചോദ്യങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു. കണ്ടിന്യൂസ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. സോ മുഴുവൻ UP സ്കൂൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആവർത്തിച്ച് വരുന്ന ടോപ്പിക്കുകൾ വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക. എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ജീൻ പിയാഷയുടെ സിദ്ധാന്ത പ്രകാരം മൂർത്ത ചിന്ത സാധ്യമാകുന്ന വികസന ഘട്ടം. പിയാഷയുടെ ഘട്ടങ്ങളെ ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്നു. അത് DLDൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരു കോളത്തിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തു നിന്നാണ് ചോദ്യം വരുന്നത്. അത് പഠിച്ചു വെച്ചോണം. രൂപാത്മക മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഇന്ദ്രിയചാലക ഘട്ടം, മനോവ്യാപാര പൂർവ്വഘട്ടം. ഏതാണ്? ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് അവിടെ വരിക. സാമൂഹിക ജീവിതത്തിലൂടെ പഠനത്തിനും വൈകാരിക ബുദ്ധിയുടെ പ്രാധാന്യം വിശദമാക്കിയത്. സാമൂഹിക ജീവിതത്തിലും പഠനത്തിലും വൈകാരിക ബുദ്ധിയുടെ പ്രാധാന്യം വിശദമാക്കിയത് ഹൊവാർഡ് ഗാർഡ്നർ, സിഗ്മണ്ട് ഫ്രോയിഡ്, ഡാനിയൽ ഗോൾമാൻ, തോൺടൈക്ക്. വൈകാരിക ബുദ്ധി
ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് കാണുമ്പോൾ തന്നെ ഡാനിയൽ ഗോൾമാനെ ഓർത്തോണം. ചില വാക്കുകൾ കാണുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുടെ പേരുകൾ ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം. ആ ലെവലിൽ പഠിച്ച് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. പ്രശ്നപരിഹരണത്തിനും വായനയ്ക്കുമുള്ള പ്രധാന പഠനതന്ത്രമായി ഒരു അധ്യാപകൻ സഹകരണാത്മക പഠനത്തെ ആണ് ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത്. പഠനത്തെക്കുറിച്ച് ഈ അധ്യാപകൻ്റെ കാഴ്ചപ്പാടിൽ പെടാത്തതേതാണ്? അറിവിൻ്റെ രൂപീകരണവും അതിനുള്ള പ്രക്രിയയുമാണ് പഠനം. വ്യക്തിഗതമായ അനുഭവങ്ങളിൽ ഊന്നിയുള്ളതും വ്യക്തിപരമായ അറിവിൻ്റെ നിർമ്മിതിയിലേക്ക് നയിക്കുന്നതുമായ പ്രക്രിയയാണ് പഠനം. എന്താണ് എന്ന് അർത്ഥമാക്കുന്നതെന്ന് കണ്ടെത്താനുള്ള ഇടപെടലുകളും പങ്കുചേരലുമാണ് പഠനം. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, ആർജിത അറിവുകൾ എന്നിവ ഉപയോഗിച്ച് സാമൂഹ്യമായ അറിവ് രൂപീകരിക്കുന്ന പ്രക്രിയയാണ് പഠനം. ഇതിൽ പ്രശ്നപരിഹരണത്തിനും വായനയ്ക്കുമുള്ള പ്രധാന പഠനതന്ത്രമായ ഒരു അധ്യാപൻ സഹകരണാത്മക പഠനത്തെയാണ് ക്ലാസ്സിൽ ഉപയോഗിക്കുന്നതെങ്കിൽ പഠനത്തെക്കുറിച്ച് അധ്യാപൻ്റെ കാഴ്ചപ്പാടിൽ പെടാത്തത് ഒരെണ്ണം വരും. അത് സിമ്പിളാണ്. വ്യക്തിഗതമായ അനുഭവങ്ങൾക്കല്ലല്ലോ അവിടെ സഹവർത്തിത പഠനം സഹകരണാത്മക പഠനമൊക്കെ വരുന്നത്. വ്യക്തിപരമായ അനുഭവങ്ങൾ ഊന്നിയുള്ള വ്യക്തിപരമായ അറിവിൻ്റെ നിർമ്മിതിയിലേക്ക് നയിക്കുന്നതായിട്ടുള്ള സംഭവം അവിടെ വരില്ല എന്ന് മനസ്സിലാക്കാം. രക്ഷിതാക്കൾ നൽകുന്ന പ്രബലനത്തോട് ശബ്ദവും വാക്കുകളും ഉപയോഗിച്ച് പ്രതികരിക്കുന്നതിലൂടെയാണ് കുട്ടികൾ ഭാഷാവികാസം നടത്തുന്നതെന്ന് സൂചിപ്പിച്ച മനഃശാസ്ത്ര സമീപനം. അത് വളരെ സിമ്പിളാണ്. വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് പഠിച്ചൊരു തിയറിയായിട്ട് കണക്ഷൻ കിട്ടും. അതായത് പ്രതികരണത്തിലൂടെ പ്രബലനത്തോട് ശബ്ദവും വാക്കുകളും ഉപയോഗിച്ച് പ്രതികരണം, പ്രബലനം, അതൊക്കെ പറയുന്നവരുടെ പ്രബലനവും പ്രതികരണമൊക്കെ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദമാണോ, സമഗ്ര ഭാഷാ സമീപനമാണോ, ജ്ഞാനനിർമ്മിതിവാദമാണോ, അതോ വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസമാണോ? യെസ്, ബിഹേവിയറിസം അല്ലേ? ബിഹേവിയറിസത്തിലല്ലേ തിരിച്ചു കൊടുക്കുന്ന സ്റ്റിമുലസും റെസ്പോൺസും പ്രബലനം ഒക്കെ പറയുന്നല്ലേ? യെസ്. കുട്ടികൾ ആദ്യമായി സംസാരിക്കുന്ന വാക്കുകൾ മിക്കവാറും എന്തിനെ സൂചിപ്പിക്കും? നിറങ്ങൾ, അമൂർത്ത ആശയങ്ങൾ, സമയം, മൂർത്ത വസ്തുക്കൾ. ഏതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അത് വരിക? തീർച്ചയായിട്ടും അമൂർത്തമായിട്ടുള്ള ആശയങ്ങളിലേക്കൊന്നും പോകാറായിട്ടില്ല. പിന്നെയോ മൂർത്തമായിട്ടുള്ള ആശയങ്ങളാണ്. നിറങ്ങൾ പറയുന്നതിന് മുമ്പ്, സമയം പറയുന്നതിന് മുമ്പ് കുട്ടി മുമ്പിൽ കാണുന്ന മൂർത്തമായിട്ടുള്ള വസ്തുക്കളെക്കുറിച്ച് പറയും. കാറ് പോണു, വണ്ടി പോണു, ബൈക്ക് പോണു എന്നൊക്കെ പറയാം അല്ലേ? അപ്പോൾ കണ്ണിൽ കണ്ട, എക്സ്പീരിയൻസ് ചെയ്ത, മുമ്പിൽ കാണുന്ന വസ്തുക്കളെക്കുറിച്ച് വാക്കുകളായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നതാണ് മൂർത്ത വസ്തുക്കൾ എന്ന് പറയുന്നതാണ് അവിടുത്തെ ആൻസർ. എൽ.എസ്. വിഗോസ്കിയുടെ സിദ്ധാന്ത പ്രകാരം വ്യക്തിഗതമായി നിർമ്മിക്കപ്പെടുന്നു. അറിവെന്ന് പറയുന്നത് വ്യക്തിഗതമായി നിർമ്മിക്കപ്പെടുകയാണോ, സാമൂഹ്യ ഇടപെടലിലൂടെ വ്യക്തികൾ നിർമ്മിച്ചെടുക്കുകയാണോ, പ്രബലനത്തിലൂടെ അറിവ് ലഭിക്കുന്നു, ആവർത്തിച്ചുള്ള പഠനത്തിലൂടെ അറിവ് ലഭിക്കുന്നു? വൈഗോസ്കിയുടെ സിദ്ധാന്ത പ്രകാരം ഏതാണ് ശരിയായിട്ടുള്ളത്? വൈഗോസ്കി ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. അതുകൊണ്ട് ഇനിയും പ്രതീക്ഷിച്ചു. വൈഗോസ്കിയുടെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൽ സാമൂഹ്യ ഇടപെടലിലൂടെ വ്യക്തികൾ അറിവ് നിർമ്മിക്കുന്നു എന്നാണ് പറയുന്നത്. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. പഠന വൈകല്യത്തിനുള്ള കാരണമായി പരിഗണിക്കാത്തതേത്? ബുദ്ധിപരമായ കഴിവുകളിലെ വ്യത്യാസം, ഗാർഹിക അന്തരീക്ഷവും സൗകര്യങ്ങളുടെ ലഭ്യതയും, അമിതമായ നിർബന്ധവും പരാജയഭീതിയും, പഠനത്തിനുള്ള അഭിപ്രേരണ ഇല്ലായ്മ. പഠന വൈകല്യത്തിനുള്ള കാരണമായി പരിഗണിക്കാത്തത് ഏതാണ് എന്നുള്ള ചോദ്യത്തിന് ഏതാ? ബുദ്ധിപരമായ കഴിവുകളുടെ വ്യത്യാസം പഠന വൈകല്യത്തിന് കാരണമല്ല. ബാക്കി മോസ്റ്റ് സ്യൂട്ടബിൾ അതേ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗാർഹിക അന്തരീക്ഷവും സൗകര്യങ്ങളുടെ ലഭ്യത, അമിതമായ നിർബന്ധവും പരാജയഭീതിയും, പഠനത്തിലുള്ള അഭിപ്രേരണ ഇല്ലായ്മയൊക്കെ ചിലപ്പോൾ പഠന വൈകല്യത്തിന് കാരണമായേക്കാം. അപ്പോൾ ഇതിലൊരു ചെറിയ ഡൗട്ട് എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആൻസർ കീയിൽ ഓപ്ഷൻ എ ആയിരുന്നു, ബുദ്ധിപരമായ കഴിവുകളുടെ വ്യത്യാസം എന്നുള്ളതായിരുന്നു ആൻസർ ആയിട്ട് വന്നത്. കാരണം ഇൻ്റലിജൻസിൻ്റെ വ്യത്യാസം അല്ലല്ലോ നമ്മൾ പഠന വൈകല്യത്തിൽ എടുക്കുന്നത്, ന്യൂറോളജിക്കലായിട്ടുള്ള ഇഷ്യൂസാണ് അതിന് കാരണം. അപ്പോൾ അവിടെ ശരിയായിട്ടുള്ള ആൻസർ അത് തന്നെയായിരിക്കണം. ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് മുന്നോട്ട് വയ്ക്കുന്ന ബുദ്ധിപരമായ കഴിവുകളിൽ പെടാത്തത്, ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ, ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലേ, ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. അതിൽ ബുദ്ധിപരമായ കൊഗ്നിറ്റീവ് ഡൊമൈൻ ഉണ്ട്. അതിൽ പെടാത്തത് മൂല്യനിർണ്ണയം, അപഗ്രഥനം, സർഗാത്മക ചിന്ത, ഗ്രഹണം. സർഗാത്മക ചിന്ത, ക്രിയേറ്റിവിറ്റി വരത്തില്ല. ഇവാലുവേഷൻ, കോംപ്രിഹെൻഷൻ, നോളജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ വരും. പക്ഷേ സർഗാത്മക ചിന്ത എന്ന് പറയുന്നതിനകത്ത്, ക്രിയേറ്റിവിറ്റി അതിനകത്ത് വരുന്നില്ല. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ചിന്തോദ്ദീപകവും തുറന്നതുമായ ചോദ്യങ്ങളുടെ ലക്ഷ്യം ഉത്തരം കണ്ടെത്താനുള്ള രീതി പഠിപ്പിക്കുക, സ്വന്തമായി പഠിക്കാനുള്ള കൈത്താങ് കുട്ടികൾക്ക് നൽകുക, ഉത്തരത്തിലേക്ക് നയിക്കുക, പഠനഭാരം ലഘൂകരിക്കുക. ഏതാണ് ചിന്തോദ്ദീപകവും തുറന്നതുമായ ചോദ്യങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? അത് സ്വന്തമായി പഠിക്കാനുള്ള കൈത്താങ് കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. സ്കാഫോൾഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആശയമാണ്. വൈഗോസ്കിയുടെ തിയറിയിൽ നിന്ന് ആവർത്തിച്ച് വീണ്ടും ചോദ്യങ്ങൾ വരുന്നു. ദെൻ KCF 2005 അടിസ്ഥാനപ്പെടുത്തിയുള്ള പാഠ്യപദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന പഠനരീതികൾ ഉൾപ്പെടാത്ത കേരള കരിക്കുലം ഫ്രെയിംവർക്ക്, അതിൽ സമസംഘ പഠനം, സഹവർത്തിത പഠനം, സഹകരണാത്മക പഠനം, ലെക്ചർ. ഏതാണ്? അത് ലെക്ചറാണ്. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ഒരു ലെക്ചർ മെത്തേഡൊന്നും അതിനകത്ത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ദെൻ ചുവടെ ചേർത്ത പരാമർശങ്ങളിൽ കുട്ടികളുടെ തുടർന്നുള്ള പഠനത്തെ ഗുണകരമായി ബാധിക്കുന്ന ഫീഡ്ബാക്ക് ചെയ്ത് മുകളിൽ നിന്ന് മേശ നോക്കിയാൽ എങ്ങനെ ഇരിക്കും? ഹാഷിമിൻ്റെ ചിത്രമാണ് ക്ലാസ്സിൽ മികച്ചത്. മാലിനി കുറെ കൂടി ശ്രദ്ധിക്കണം. സെൽമയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഇതിലേതാണ് തുടർന്നുള്ള പഠനത്തിൽ ഗുണകരമായി ബാധിക്കുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്? നല്ല ചിത്രമാണെന്നൊക്കെ പറയുമ്പോൾ അത് നല്ലതല്ലേ? ഹാഷിമിൻ്റെ ചിത്രമാണ് ക്ലാസ്സിൽ മികച്ചതെന്ന് പറയുന്നു. അതാണ് നല്ലൊരു ഫീഡ്ബാക്ക് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക. ദൃശ്യസ്ഥലപരമായ ബുദ്ധി, വിഷ്വൽ ആൻഡ് സ്പൈറൽ ഇൻ്റലിജൻസ്,
സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ അവസരം നൽകുന്ന പ്രവർത്തനം, പ്രശ്നോത്തരി, ചുമർ മാസികയുടെ ലേഔട്ട് തയ്യാറാക്കൽ, ഡയറി എഴുതൽ, കഥ ക്രമീകരിക്കൽ. ദൃശ്യസ്ഥലപരമായ ബുദ്ധി എന്ന് പറയുന്നതിനകത്ത് നമുക്കറിയാം ചുമർ മാസികയുടെ ലേഔട്ട് കണ്ടോ. ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ആവർത്തിച്ച് വരുന്നതല്ലേ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എല്ലാം പഠിച്ചോണം, അത് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളും പഠിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നവജാത ശിശുവിൻ്റെ നിലനിൽപ്പും വളർച്ചയും പ്രവചിക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകം മാതാവിൻ്റെ വിദ്യാഭ്യാസ നിലവാരം, അച്ഛൻ്റെ വയസ്സ്, രക്ഷിതാക്കളുടെ സാമ്പത്തിക നില, ജനന സമയത്തെ ശിശുവിൻ്റെ ഭാരം. ഏതാണ് അവിടുത്തെ ആൻസറായിട്ട് വരിക? ജനന സമയത്തെ ശിശുവിൻ്റെ ഭാരമാണ്. ഓപ്ഷൻ ഡി ആണ്. നേഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തിനാ നമ്മൾ റെഫറൻസിന് എടുക്കണമെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ അതിനകത്ത് കയറി വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിനകത്ത് ക്വസ്റ്റ്യൻസ് കൂടി പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാം. അത് ചോദ്യപ്പെട്ടിക്കകത്ത് ഞാൻ ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിച്ചു എന്തിനാണ് നേഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ ഒക്കെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിലേക്ക് കയറി വരും നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡിപ്രഷൻ അനുഭവിക്കുന്ന കുട്ടികളുടെ ലക്ഷണങ്ങളിൽ പെടാത്തത് ആരോഗ്യകരമായ സുഹൃത്ത് ബന്ധങ്ങൾ, ഉത്കണ്ഠ, അനാരോഗ്യപരമായ ഭക്ഷണശീലങ്ങൾ, പഠന പിന്നോക്കാവസ്ഥ. ഡിപ്രഷൻ അനുഭവിക്കുന്ന കുട്ടികളിൽ എന്തില്ല? ആരോഗ്യകരമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ അവർക്ക് കാണില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ദെൻ കുട്ടികൾ ചലനാത്മകതയുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്ന അധ്യാപകൻ ഒരുക്കുന്ന പഠനബോധന പ്രക്രിയയുടെ പ്രത്യേകതയിൽ പെടാത്തത് കളികൾക്കും സംഘപ്രവർത്തനങ്ങൾക്കും അവസരങ്ങൾ നൽകുന്നു, വൈവിധ്യമുള്ള പ്രവർത്തനങ്ങൾക്ക് നൽകുന്നു, കുട്ടികൾ ആവശ്യപ്പെടുമ്പോൾ എല്ലാം കളിയിൽ ഏർപ്പെടാൻ അനുവദിക്കുന്നു, എഴുത്ത്, ചിത്രം, നാടക സംഭാഷണങ്ങൾ എന്നീ വിവിധ ആശയവിനിമയം ഉപാധികൾ സ്വീകരിക്കുന്നു. ഇതല്ല ശരിയാണ്. പക്ഷേ ഓപ്ഷൻ സി അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അവിടെ കുട്ടികൾ ആവശ്യപ്പെടുമ്പോൾ എല്ലാം കളിയിൽ ഏർപ്പെടുന്നത് അനുവദിക്കാൻ പറ്റില്ല. അതാണ് അവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് അവിടെ എടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അവിടെ ഓപ്ഷൻ സി ആയിരുന്നു ശരിയായിട്ടുള്ള ആൻസറായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകാറുള്ള മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ ചെയ്യേണ്ടത് നിരന്തര വിലയിരുത്തലിന് കൂടുതൽ വെയിറ്റേജ് നൽകുക, കൗൺസിലിംഗ് നടത്തുക, കൂടുതൽ പരീക്ഷകൾ നടത്താൻ അവസരം നൽകുക, എഴുതാൻ അവസരം നൽകുക, കുട്ടികൾ പരസ്പരം പരീക്ഷ നടത്തുക. ഏതായിരിക്കും അവിടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കുട്ടികൾ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാനായിട്ട് ചെയ്യുക? അപ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അവിടുത്തെ ആൻസർ കൗൺസിലിംഗ് നൽകുക എന്നുള്ളതായിരുന്നു. അവിടെ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ കൗൺസിലിംഗ് കൊടുക്കുന്നതായിരിക്കും മോസ്റ്റ് സ്യൂട്ടബിൾ അല്ലേ, ശാസ്ത്രീയമായിട്ട് നോക്കുകയാണ് ശരി. പക്ഷേ CCE ചെയ്യുന്നത് അതിൻ്റെ സ്ട്രെസ് കുറയ്ക്കുമെന്ന് ചോദിച്ചാൽ കുറയ്ക്കും. പക്ഷേ അവിടുത്തെ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ എന്തായിരിക്കും? കൗൺസിലിംഗ് തന്നെയാണ് അവിടുത്തെ ആൻസറായിട്ട്. ആൻസർ കീയിലും അത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഗണിതപരമായ കൺസർവേഷൻ സ്കില്ലിൽ കുട്ടി ആദ്യം ആർജിക്കുന്നത് പ്രതല വിസ്തീർണം അഥവാ വലിപ്പം, എണ്ണം, വ്യാപ്തം, ഭാരം. ഏതാണ്? എണ്ണമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള. എണ്ണം കഴിഞ്ഞിട്ടല്ലേ ബാക്കി എല്ലാം ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? ഇനി അതിനെക്കുറിച്ചൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ലിക്കേർഡ് സ്കെയിൽ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? മനോഭാവം അളക്കാൻ, പഠന പുരോഗതി കണ്ടെത്താൻ, അഭിരുചി തിരിച്ചറിയാൻ, പെരുമാറ്റ രീതി അറിയാൻ. എന്തിനു വേണ്ടിയിട്ടാണ് ലിക്കേർഡ് സ്കെയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? അഭിരുചി അല്ല, മനോഭാവം ആറ്റിറ്റ്യൂഡ് കണ്ടെത്താൻ. അഭിരുചി അല്ല കേട്ടോ, ആറ്റിറ്റ്യൂഡ് മനോഭാവമാണ്. ആറ്റിറ്റ്യൂഡ് മാറിപ്പോരുത്. മനോഭാവം അളക്കാനായിട്ടാണ് നമ്മൾ ലിക്കേർഡ് സ്കെയിൽ ഉപയോഗിക്കുന്നത്. ദെൻ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് മനസ്സിൽ പ്രതീകവൽക്കരണം നടത്തുന്ന പ്രക്രിയ, സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിൽ പ്രതീകവൽക്കരണം നടത്തുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ആശയരൂപീകരണം, ഭാവനാത്മകമായി കാണൽ, പ്രശ്നപരിഹരണം, ചിന്തിക്കൽ. ഏതാണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് അവിടെ എടുക്കാൻ പറ്റുക? ആശയരൂപീകരണം എന്നുള്ളത് തന്നെയാണ്. ആശയരൂപീകരണത്തിൻ്റെ ഡെഫിനിഷനായി കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിളാണ്, ഓർത്തിരിക്കാവുന്നതാണ്. ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന ആശയം അവതരിപ്പിച്ചത് ഡെവലപ്മെൻറ്റൽ ടാസ്ക്. ചില വാക്കുകൾ കാണുമ്പോൾ മനഃശാസ്ത്രജ്ഞരെ അതിൻ്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കണമെന്ന് എത്രയോ പാർട്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചോദ്യപ്പെട്ടിക്കകത്തൊക്കെ. ഇവിടെ വരുന്ന ആരാ? BF സ്കിന്നർ, ജെറോം എസ് ബ്രൂണർ, എലിസബത്ത് ഹാർലോക്ക്, റോബർട്ട് ഹാവിംഗ്റസ്റ്റ്. ഏതാണ്? റോബർട്ട് ഹാവിംഗ്റസ്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്കൊരു പ്രൊജക്റ്റ് നൽകിയതായി കരുതുക. അതിൽ നിങ്ങൾക്കുള്ള പങ്കെന്താണ്? പടിപടിയായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകും. കുട്ടികളെ ചെറിയ ഗ്രൂപ്പുകളായി വിഭജിച്ച് ആസൂത്രണത്തിലും നടത്തിപ്പിലും കൂട്ടുത്തരവാദിത്തം ഏൽപ്പിക്കുകയും അതിൻ്റെ പുരോഗതി നിരന്തരം വിലയിരുത്തുകയും ചെയ്യും. ആരംഭത്തിൽ ഒരു പ്രവർത്തനം പദ്ധതി തയ്യാറാക്കി നൽകുകയും പ്രൊജക്റ്റ് പൂർത്തിയാക്കുമ്പോൾ അത് വിലയിരുത്തുകയും ചെയ്യും. എല്ലാ കുട്ടികളും തനിയെ ചെയ്യാൻ അനുവദിക്കുകയും പുരോഗതി നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഏതായിരിക്കും മോസ്റ്റ് സ്യൂട്ടബിൾ? കുട്ടികളെ ചെറിയ ഗ്രൂപ്പുകളായി ഉപയോഗിച്ച് ആസൂത്രണത്തിലും നടത്തിപ്പിലും കൂട്ടത്തരവാദിത്തം ഏൽപ്പിക്കുകയും അതിനെ പുരോഗതി നിരീക്ഷിക്കുകയും ചെയ്യുന്നതാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ. ഇതേ കുറേ കാലം മുമ്പത്തെ, അതായത് 20 വർഷത്തിനിടയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ, കുറേ പുറകിൽ പോകുമ്പോഴുള്ള ക്വസ്റ്റ്യൻസാണ് ഇനി വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കട്ടി കുറവാണെന്നും അന്ന് പരീക്ഷ എഴുതുവാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിയതിനെന്നും നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും. അപ്പോൾ ലെവൽ കൂടുന്ന കാണാൻ പറ്റും, ലേറ്റസ്റ്റ് എക്സാംസ് ഒക്കെ നടന്നിട്ടുള്ളപ്പോൾ. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇനി കുറച്ച് കാണാൻ പോകുന്നത്. അത് കണ്ടിട്ട് അത്രയും സിമ്പിൾ സാധനം വരുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനത്തെ 1-2 ക്വസ്റ്റ്യൻസ് വരും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുപോലെ വരില്ല, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ്. ഒരു കുട്ടി തൻ്റെ നോട്ട്ബുക്കിൻ്റെ അവിടെ ഇവിടെ ചില മനോഹര ചിത്രങ്ങൾ കോറിയിട്ടതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ചിത്രങ്ങൾ നിങ്ങൾ കണ്ടില്ലെന്നടിക്കും, രക്ഷകർത്താക്കളെ വിവരം അറിയിക്കും, പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരച്ച് പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെടും, പുതിയ നോട്ട്ബുക്ക് വാങ്ങിയാൻ ആവശ്യപ്പെടും. വളരെ സിമ്പിൾ. ഓപ്ഷൻ സി ആണ്. നല്ല അധ്യാപകരായിട്ട് ചിന്തിച്ചാൽ ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക.
വായിച്ചു നോക്കുക, നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പുതുതായി നിങ്ങൾ തുടങ്ങാൻ പോകുന്ന കയ്യെഴുത്ത് മാസികയുടെ എഡിറ്റർ ആകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നിങ്ങളെ സമീപിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊരു നല്ല അധ്യാപകനാണെങ്കിൽ സന്തോഷപൂർവ്വം സമ്മതിക്കുമോ? പരീക്ഷ അടുത്ത് വരുന്നതിനാൽ ആ സംരംഭത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുമോ? അതോ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരിൽ ഒരാളെ തന്നെ എഡിറ്ററാക്കുകയും ചെയ്യും, എഡിറ്റിങ്ങിൽ അവരെ സഹായിക്കുകയും ചെയ്യും, ചുമതല ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് സ്നേഹപൂർവ്വം അവരെ അറിയിക്കും? മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ നല്ല അധ്യാപകൻ ഓപ്ഷൻ സി ആണ് എടുക്കുക. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. കണ്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്. ലോജിക്കലി ചിന്തിച്ചാൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഒരുപാടൊന്നും കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. അസിസ്റ്റൻറ്റ് വിദ്യാഭ്യാസ ഓഫീസറുടെ ഒരു ഓർഡർ ന്യായവിരുദ്ധവും അസ്വീകാര്യവുമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? നല്ല അധ്യാപകനായിക്കേ സഹാധ്യാപകരെ സംഘടിപ്പിച്ച് പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യും. അധ്യാപക യോഗത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും വ്യക്തമാക്കുകയും നീതി ഉറപ്പാക്കുവാൻ അധികാരികളോട് അപേക്ഷിക്കുകയും ചെയ്യും. ഓർഡർ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികൾ പരാതി നൽകും. ഓർഡർ നടപ്പാക്കുന്നതിനെതിരെ ഹെഡ് മാസ്റ്റർക്ക് പരാതി കൊടുക്കും. ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ്. അധ്യാപക യോഗങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും വ്യക്തമാക്കുകയും നീതി ഉറപ്പാക്കുവാൻ അധികാരികളോട് അപേക്ഷിക്കുകയും ചെയ്യും. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. കണ്ടോ, വളരെ ലോജിക്കലി ചിന്തിച്ചാൽ കിട്ടുന്ന ആൻസറുകളാണ്. സ്കൂൾ യുവജനോത്സവത്തിന് ചുമതല ഹെഡ് മാസ്റ്റർ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടത്ര ആത്മവിശ്വാസമില്ല എന്ന് കരുതുക. നിങ്ങൾ എന്ത് ചെയ്യും? ചുമതല ഏറ്റെടുക്കുവാൻ നിങ്ങളുടെ സുഹൃത്തിനെ നിർബന്ധിക്കും. നിങ്ങൾക്ക് അസൗകര്യമുണ്ടെന്നും അതുകൊണ്ട് ഒഴിവാക്കണമെന്നും ഹെഡ് മാസ്റ്ററോട് ആവശ്യപ്പെടും. ചുമതല സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും സഹപ്രവർത്തകരുടെ സഹായത്തോടെ അത് പരമാവധി വിജയിപ്പിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യും. ഇതൊന്നുമല്ല ഓപ്ഷൻ സി. ചുമതല സന്തോഷപൂർവ്വം ഏറ്റെടുക്കും, സഹപ്രവർത്തകരുടെ സഹായത്തോടെ അത് പരമാവധി വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. നല്ല അധ്യാപകനായിട്ട് ചിന്തിച്ചാൽ ആൻസറും കിട്ടും. അടുത്ത ചോദ്യം നോക്കൂ. ഒരു വിദ്യാർത്ഥി നിങ്ങളുടെ വീട്ടിൽ വരികയും അവൻ്റെ പ്രശ്നങ്ങൾ വിഷമങ്ങളും നിങ്ങളോട് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അവൻ്റെ മാതാപിതാക്കളുമായി ഈ വിഷയം ചർച്ച ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ വരുന്നത് നിരുത്സാഹപ്പെടുത്തും. സ്കൂളിൽ വെച്ച് തന്നെ വന്ന് കാണുവാൻ ആവശ്യപ്പെടും. സാധ്യമായ സഹായങ്ങൾ ചെയ്യും. അവന് മനോധൈര്യം പകരുകയും ചെയ്യും. ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് ഒരു നല്ല അധ്യാപകൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ക്വാളിറ്റിയുള്ള അധ്യാപകർ ചിന്തിച്ചെടുക്കാവുന്ന തരത്തിലുള്ള ഉത്തരങ്ങളാണ് ആദ്യകാലങ്ങളിലൊക്കെ യു പിക്ക് ചോദിച്ചുകൊണ്ടിരുന്നത്. സിമ്പിളായിട്ട് എഴുതാമായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ചോദ്യമൊന്നും ഫുള്ളായിട്ട് പ്രതീക്ഷിക്കേണ്ട. സ്കൂൾ ഗേറ്റിനരികെ വിൽപ്പനയ്ക്ക് തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടികൾ വാങ്ങിക്കഴിക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? കച്ചവടക്കാരനെ അവിടെ നിന്ന് വിരട്ടി ഓടിക്കും. പ്രിൻസിപ്പലിനെ വിവരമറിയിക്കും. കുട്ടികൾ മാതൃകാപരമായ ശിക്ഷ നൽകും. സ്കൂൾ അസംബ്ലിയിൽ ഇത്തരം ശീലങ്ങളുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വിശദീകരിക്കും. വളരെ സിമ്പിൾ. നല്ല അധ്യാപകൻ ഓപ്ഷൻ ഡി തിരഞ്ഞെടുക്കും. ഇതെല്ലാം നല്ല അധ്യാപകൻ കണ്ടെത്തേണ്ട ഉത്തരങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം നല്ല അടിപൊളി അധ്യാപകരാണ്. അങ്ങനെ ചിന്തിച്ചാൽ ഇതിൻ്റെ എല്ലാം ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഒരു കുട്ടി മറ്റു കുട്ടികളുടെ പെൻസിലും ബുക്കും മോഷ്ടിക്കുന്നതിനാൽ നിങ്ങൾക്ക് വിവരം ലഭിച്ചു. നിങ്ങൾ എന്ത് ചെയ്യും? ക്ലാസ്സിൽ വെച്ച് കുട്ടിയെ സ്നേഹപൂർവ്വം ഉപദേശിക്കും. കുട്ടിയെ സ്വകാര്യമായി വിളിച്ച് ചെയ്യുന്നത് തെറ്റാണെന്നും ശിക്ഷാർഹമാണെന്നും ബോധ്യപ്പെടുത്തും. രക്ഷകർത്താക്കളെ വിവരം അറിയിക്കും. ഇത് തടയാൻ വേണ്ട നടപടികൾ എടുക്കും മുമ്പ് ആ കുട്ടിയുടെ കേസ് സ്റ്റഡി ചെയ്യും. നല്ല അധ്യാപകൻ കേസ് സ്റ്റഡി എടുക്കും. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കേസ് സ്റ്റഡി എടുക്കും. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ അടിയന്തര പ്രാധാന്യമുള്ള ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പെൻഷൻ പറ്റിയ ഒരു അധ്യാപകൻ നിങ്ങളോട് ദീർഘമായി സംസാരിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ എന്ത് ചെയ്യും? വിനയത്തോടെ സ്വീകരിച്ച് സംഭാഷണത്തിൽ ഏർപ്പെടും. വിനയത്തോടും സ്നേഹത്തോടും നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കും. ദെൻ ജോലിയിൽ തിരക്കുള്ളതുകൊണ്ട് ഇനി ഒരിക്കൽ വരാൻ പറയും. അദ്ദേഹം പറഞ്ഞു തീരുന്നതുവരെ അസ്വസ്ഥതയോടെ കേട്ടുകൊണ്ടിരിക്കും. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നല്ല അധ്യാപകനാണെങ്കിൽ അയാളുടെ സീനിയറിനോട് ചെയ്യുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്തരത്തിൽ വളരെ ലോജിക്കായിട്ട് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ആൻസർ അല്ലേ? എല്ലാം ഫുൾ മാർക്കും കിട്ടിയാണ് സൈക്കോളജിക്ക്. അധ്യാപക രക്ഷകർത്തൃ യോഗത്തിൽ ചില രക്ഷിതാക്കൾ ചില പാഠഭാഗങ്ങൾ തങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലായില്ലെന്ന് പരാതിപ്പെടുന്നു. എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? നിങ്ങൾ അധ്യാപകരാണ്, സൂപ്പർ അധ്യാപകരാണ്, അടിപൊളി അധ്യാപകരാണ്, കുട്ടികൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി അവരെ ഗുണദോഷിക്കുകയാണ് ചെയ്യണേ. ഇത്തരം പരാതികൾ നന്നല്ലെന്ന് രക്ഷിതാക്കളോട് പറയുമോ? അപ്പോൾ അധ്യാപക സംഘടനകൾ പരാതിപ്പെടുവോ? കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് പരിഹാരബോധനം റെമഡിയൽ ടീച്ചിങ് നടത്തും. ഓപ്ഷൻ ഡി ആണ് നല്ല ഒരു അധ്യാപകൻ ചെയ്യാൻ പോകുന്നത്. ദെൻ അടുത്ത ചോദ്യം. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ഓപ്ഷൻ ഇന്ന് എടുക്കാവുന്നത് ഫ്രോയിഡാണോ, കാഫ്കയാണോ, ജസ്റ്റാർട്ടാണോ, ആൽപോർട്ടാണോ? ആധുനിക മനഃശാസ്ത്രം സിഗ്മണ്ട് ഫ്രോയിഡ്. വില്യം വൂണ്ട് അപ്പുറത്ത് കിടപ്പുണ്ടായ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ജർമ്മനി ലിപ്സിംഗിൽ 1879 ആദ്യമായിട്ട് മനഃശാസ്ത്ര ലാബോറട്ടറി സ്ഥാപിച്ച, ഇൻട്രോസ്പെക്ഷൻ കണ്ടുപിടിച്ച അദ്ദേഹത്തിൻ്റെ പേര് മറക്കണ്ട. അത് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നുള്ള രീതിയിൽ ചില പുസ്തകങ്ങൾ ആധുനിക മനഃശാസ്ത്രം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ആൻസർ ഫ്രോയിഡ് മാത്രമേ എടുക്കാനുള്ളൂ. മാത്രമല്ല PSCയുടെ ആൻസർ കീയിൽ അത് തന്നെയാണ്. അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെയും നമുക്ക് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും ഫ്രോയിഡിനെ കുറിച്ചിട്ട്. ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ വക്താവ് സ്പിയർമാൻ, തോണ്ടൈക്ക്, കെല്ലി, കൊഹ്ലർ. ആരാണ്? ദ്വിഘടക സിദ്ധാന്തം സ്പിയർമാൻ ദ്വിഘടക സിദ്ധാന്തം ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. കുട്ടികളിൽ കണ്ടുവരുന്ന വായനാ വൈകല്യം സ്റ്റട്ടറിങ്, സ്മാറിങ്, ഡിസ്ലെക്സിയ, ലെക്സിയ. വായനാ വൈകല്യം ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ എല്ലാം പഠിച്ചു വെച്ചു. ലേണിംഗ് ഡിസബിലിറ്റി ചോദ്യം എപ്പോഴും വരുന്നതാണ്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കുട്ടികളുടെ ജിജ്ഞാസ പ്രകൃതിയുടെ സമ്മാനമാണെന്നും അത് അധ്യാപകൻ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തണമെന്നും പറഞ്ഞ് പിയാഷെ, ബ്രൂണർ, പാവ്ലോ, ലോറൻസ് കോൾബർഗ്. പണ്ടത്തെ ചോദ്യമാണ്. ബ്രൂണറുടേതാണ് അവിടുത്തെ ആൻസർ കീയിലും ആൻസറായിട്ട് കിടക്കുന്നത്. കേരള വിദ്യാഭ്യാസ നിയമം രൂപീകൃതമായ KER രൂപീകൃതമായ വർഷം 1951, 53, 58, 59. രൂപീകൃതമാകുന്ന ബില്ലൊക്കെ പാസ് ചെയ്യുന്ന 58 നിയമത്തിൻ്റെ പേരിൽ. പിന്നെ 58, 59 കാലഘട്ടത്തിലാണ് അത് പിന്നീട് എഫക്റ്റീവ് ആവുന്നത് മാത്രം. 58 ആൻസറായിട്ട് കൊടുത്തിരുന്നത്.
പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയത്തിൻ്റെ പേര്. ഇപ്പോൾ പ്രത്യേകിച്ച് ദാർശനികരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ടൈം വീണ്ടും കയറി വരുന്നുണ്ട്. അതായത് പഴയ കാലത്ത് ഇഷ്ടംപോലെ ചോദ്യം വരുമായിരുന്നു, ഇടയ്ക്ക് വെച്ചിട്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണാനില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ചോദ്യ പേപ്പർ ലാസ്റ്റ് നടന്ന NCERT എക്സാമിലൊക്കെ അത്തരത്തിലുള്ള എമിലി എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ട് ഓൾറെഡി അല്ലേ, റൂസോടെയൊക്കെ. അപ്പോൾ ഇവിടെ പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയം ഗുരുകുലം, ശിക്ഷ കേന്ദ്ര, അക്കാദമിക്, വിദ്യാകേന്ദ്രം, ഒരുപാട് അക്കാദമികൾ പിന്നീട് വന്നു. ആദ്യത്തെ അക്കാദമി ഗ്രീസിലെ അക്കാദമിയ എന്ന് പറയുന്ന ഒരു തോട്ടത്തിൽ മറ്റേ ആ തോട്ടത്തിൻ്റെ പേരോ മറ്റോ ആയിരുന്നു, അതിൽ നിന്നാണ് അക്കാദമി എന്നുള്ള വാക്കൊക്കെ വന്നിരിക്കുന്നത്, അക്കാദമി. ദെൻ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദീപത്തിനെ മറ്റൊരു ദീപം തെളിയിക്കാനാകുമെന്ന് പറഞ്ഞു റൂസോ, ആർണോൾഡ്, ഗാന്ധിജി, ടാഗോർ. ആരാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക? അത് ടാഗോറാണ്, രവീന്ദ്രനാഥ് ടാഗോറാണ്. ദെൻ ഭാഷാ പഠനത്തിൽ അനുവർത്തിക്കേണ്ട മുൻഗണനാക്രമം, പഴയ ക്വസ്റ്റ്യൻ ആണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ലിസണിങ്, റീഡിംഗ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്. ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, സ്പീക്കിംഗ്. ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്. ഇതിലേതാണ് ഭാഷാ പഠനത്തിന് അനുവർത്തിക്കേണ്ട മുൻഗണന? ആദ്യം ലിസണിങ് ചെയ്യുന്നു, അത് പിന്നെ എല്ലായിടത്തും ഒരുപോലെ കൊടുത്തിട്ടുണ്ട്. ദെൻ എന്താണ്? ദെൻ നമുക്ക് സ്പീക്കിംഗ്, അത് കഴിഞ്ഞ് റീഡിങ്, അത് കഴിഞ്ഞ് റൈറ്റിംഗ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. ദെൻ ഇലക്ട്രാ കോംപ്ലക്സ് എന്നത്, ഇലക്ട്രാ കോംപ്ലക്സ്, ഈഡിപ്പസ് കോംപ്ലക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആൺകുട്ടിക്ക് സ്വന്തം മാതാവിനോട് തോന്നുന്ന ആകർഷണം, ഒരു പെൺകുട്ടിക്ക് സ്വന്തം പിതാവിനോട് തോന്നുന്ന ആകർഷണം, ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് തോന്നുന്ന ആകർഷണം, ഇതൊന്നുമല്ല. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോസെക്ഷൽ തിയറി, ഒരു പെൺകുട്ടിക്ക് സ്വന്തം പിതാവിനോട് തോന്നുന്ന ആകർഷണം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് അവിടെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുക. സ്കൂൾ കോംപ്ലക്സ് എന്നത് സ്കൂൾ കെട്ടിടവും ചുറ്റുപാടും ചേർന്നത്, സ്കൂളും കുട്ടികളും ചേർന്ന്, സ്കൂളും കുട്ടികളും അധ്യാപകരും ചേർന്ന്, ചുറ്റുപാടുള്ള ഏതാനും സ്കൂളുകൾ ചേർന്നത്. ആൻസർ കീയിൽ ഒരു പ്രാവശ്യം തെറ്റായിട്ട് കൊടുത്തിരുന്നതാണ് കേട്ടോ. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ള ഏതാനും സ്കൂളുകൾ ചേർന്നിട്ട് വിഭവ ഷെയറിങ്ങിന് വേണ്ടിയിട്ടൊക്കെ അടുത്തുള്ള സ്കൂളുകൾ ചേർന്നിട്ടുണ്ടാകുന്നതാണ് സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി സ്കൂൾ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ആവശ്യങ്ങൾക്ക്, ലോക്കൽ നീഡുകൾക്കനുസരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് കമ്മ്യൂണിറ്റി സ്കൂൾ എന്ന് പറയുന്നത്. പലരും ഡൗട്ടായിട്ട് ചോദിച്ചിരുന്ന ഒരാശയമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാശയമാണ്. ഇനിയും ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ മാരത്തോണായിട്ട് നിങ്ങൾക്കൊരു 1 hour മുകളിൽ 20 വർഷത്തിനിടയ്ക്ക് ചോദിച്ചിട്ടുള്ള പല UP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക, യൂസ്ഫുൾ ആയോ എന്ന് പറയുക. അത് പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഏരിയകളിൽ നിന്ന് വീണ്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഏരിയകൾക്കകത്ത് റിപ്പീറ്റ് അടിച്ച് ചോദ്യങ്ങൾ വരുന്ന ചില മേഖലകൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും പറ. അതനുസരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് LPയുടെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഇതുപോലെ ഒന്ന് സമഗ്രമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ UP സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാമിനും അത് യൂസ്ഫുൾ ആവും, LP സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാമിനും അത് യൂസ്ഫുൾ ആവും. ചോദ്യപ്പെട്ടിയിൽ ആവർത്തിച്ച് എത്രയോ ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എൻ്റെ ആപ്പിൽ ലഭ്യമാണ്. സോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവരും അടിപൊളിയായിട്ട് എഴുതുക, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എഴുതുക. ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ആയില്ല, ഒന്നും പഠിച്ചില്ല എന്നുള്ള തോന്നലൊക്കെ എടുത്ത് കളഞ്ഞേര്. നിങ്ങളുടെ ബെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ് അത്. എത്രയും പെട്ടെന്ന് ഹോൾ ടിക്കറ്റൊക്കെ ആയിട്ട് ചെന്ന് ഹാളിൽ പോയിരുന്ന് കൂളായിട്ടുള്ള മനസ്സൊക്കെ വെച്ചിട്ട് സമയത്ത് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. വീണ്ടും കാണാം. അതിനു മുമ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും വരും. എല്ലാവർക്കും നന്ദി.